നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെലിഞ്ഞ് കടവൊഴിഞ്ഞ് കാലവും കടന്നുപോയി ഒരു പാട്ട്. സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി ഇതുപോലെ കാത്തിരുന്ന് കാത്തിരുന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിവസവും കടന്നു പോകുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. 23-നാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ അവസാന തീയതി. കെ സുധാകരന്റെ വാശിക്ക് മുന്നിൽ തട്ടിത്തടഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക. കെ സുധാകരൻ എംപിക്ക് സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഉണ്ടില്ല എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുഖ്യ എതിരാളി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇടതു സ്ഥാനാർത്ഥികളിൽ പലരും പത്രിക നൽകി കഴിഞ്ഞു, പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴാണ് കെ സുധാകരൻ വിരട്ടിയതോടെ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാത്ത അവസ്ഥയിൽ ഹൈക്കമാൻഡ് നിൽക്കുന്നത്. ഒന്നുകിൽ സീറ്റ് കൊടുത്ത് പ്രശ്നം പരിഹരിക്കണം, അല്ലെങ്കിൽ പറ്റില്ലെന്ന് ഉറപ്പിച്ചു പറയണം. പിന്നീട് സുധാകരൻ എന്തു ചെയ്താലും അതിനെ നേരിടണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാത്ത അഴകുഴമ്പൻ നിലപാടുമായി വഴുതി കളിക്കാൻ പറ്റിയ സമയമല്ലിത്. എങ്ങനെയും ഭരണം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവരെ നോക്കിയാണ് ഈ നേതാക്കൾ കൊഞ്ഞണം കുത്തി കാണിക്കുന്നത്. പണ്ട് ഇതിലും വലുതൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന കഥയൊന്നും ഇനി ഇക്കാലത്ത് ഓടില്ല. തഴമ്പിൻ്റെ കഥയൊക്കെ എന്നേ മാഞ്ഞു പോയതാണ്. സുധാകരൻ വിമതനായി മത്സരിച്ചാൽ പരമാവധി 4-5 സീറ്റിലാവും അതിൻ്റെ തിരിച്ചടി ഉണ്ടാവുക. പക്ഷേ പ്രഖ്യാപനം അനന്തമായി നീട്ടിക്കൊണ്ടു പോകുക വഴി 40ഓളം മണ്ഡലങ്ങളിലെ ജയസാധ്യതയാണ് ഇത് ചോദ്യചിഹ്നമാക്കുന്നത്. സുധാകരന് മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങുമോ? ഇതാണ് ഇന്നത്തെ ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്ന വിഷയം. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, CPM-ൻ്റെയും ഇടതുമുന്നണിയുടെയും പട്ടികയൊക്കെ വന്നവർ പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു. BJP-യുടെയും മത്സരിക്കുന്ന ഏതെങ്കിലും പ്രതീക്ഷയുള്ള സീറ്റുകളിലും അല്ലെങ്കിൽ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള സീറ്റുകളിലുമൊക്കെ പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെയും സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു. അപ്പോഴും കോൺഗ്രസിൻ്റെ പട്ടിക പകുതി സ്ഥലത്തും എത്തിയിട്ടില്ല. ഈ സുധാകരന് മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങുമോ അതോ തീരുമാനം നടപ്പാക്കുമോ? സാർ നമസ്കാരം. നമസ്കാരം. സുധാകരന്റെ മുമ്പിൽ ഹൈക്കമാൻഡ് വഴങ്ങേണ്ടി വരും സാർ. കാരണം ഇത് കേരളത്തിലെ നേതാക്കന്മാരുടെ പിടിവാശിയാണ്. കാരണം ഇവരിപ്പോ മുഖ്യമന്ത്രി ആരാവും എന്നുള്ള സുധാകരനും കൂടി വന്നാൽ 4ാമത്തെ ആളായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. അപ്പൊ VD സതീശൻ അതിനെ ഭയക്കുന്നുണ്ട്. പക്ഷെ VD സതീശൻ ഭയക്കേണ്ട യാതൊരു കാരണമില്ല. UDF അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അത് ഉറപ്പിച്ചു പറയുന്നു. ഇടതുപക്ഷം മാത്രമേ കേരളത്തിൽ അധികാരത്തിൽ വരൂ. പിന്നെ ഇവർ ഈ അടി കൂടുന്നതൊക്കെ വെറുതെ ആയിരിക്കും. ഹൈക്കമാൻഡിന് ഒരു പ്രശ്നവുമില്ല സുധാകരനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ. പക്ഷെ ഇവർ സംസ്ഥാന നേതൃത്വം വളരെ ടഫായിട്ട് പിടിക്കുകയാണ് സുധാകരനെ ആക്കരുതെന്ന്. കാരണം 3 ഒരാളുകൂടി കൂടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ഇപ്പം രമേശ് ചെന്നിത്തലയും ഓൾറെഡി സതീശനും കൂടെ ഉണ്ടല്ലോ. പിന്നെ ഒരാളങ്ങ് കേന്ദ്രത്തിലുണ്ട്, KC വേണുഗോപാൽ. അപ്പോ ഇവരൊക്കെ എന്താ വെച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം അധികാരം കിട്ടുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനം ഇതാണ് ഇവർ ധരിക്കുന്നത്. പിന്നെ കോൺഗ്രസിന് സുധാകരൻ ഹൈക്കമാൻഡിനെ സുധാകരനെ ധിക്കരിച്ചാൽ കണ്ണൂർ ജില്ലയിൽ 2-3 സീറ്റ് കാണില്ല. അതും കോൺഗ്രസ് ചിന്തിച്ചോളണം. പ്രതിപക്ഷത്തിരിക്കാനൊരു സീറ്റെങ്കിലും കിട്ടൂ സുധാകരനെ കണ്ണൂർ സ്ഥാനാർത്ഥിയാക്കിയാൽ. അധികാരത്തിൽ കോൺഗ്രസ് വരുവാൻ പോകുന്നില്ല യാതൊരു കാരണവശാലും. കോഴിക്ക് കൊമ്പ് വരുന്ന കാലത്താണ് കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരൂ. ഒരു കാരണത്താൽ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് കേരളത്തിൽ ഭരണം നടത്തുവാൻ പബ്ലിക് അനുവദിക്കത്തില്ല സാർ. അതിന് യാതൊരു BJP പ്രവർത്തകനായ താങ്കൾ ഇങ്ങനെ കോൺഗ്രസിനെതിരെ ഇത്രയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു കൗതുകമുണ്ട്. എന്തായാലും അല്ലല്ല, കൗതുകം അതിലുണ്ട് സാർ. അതിൽ ഞങ്ങൾക്കൊരു ധാരണയുണ്ട്. അല്ലാതെ വെറുതെ പറയുന്നല്ല. നേതാക്കളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. നേതാക്കൾ പബ്ലിക് പറയില്ല സാർ. അത് പബ്ലിക് പറയില്ല. അത് രഹസ്യമായിട്ടുള്ള വിരോധമാണത്. അത് UDF-കാർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാ. UDF-കാർക്ക് ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഉദിച്ചിട്ടില്ല. കാരണം 10-80 മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായ ഒരു കക്ഷി പുറത്തുണ്ട്. അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിനെയും കൂട്ടി ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാക്കാമെന്ന മിഥ്യാധാരണയാ. അത് നടത്തൂല സാർ, അത് നടത്തിക്കില്ല. എന്തായാലും ശ്രീ ബാലകൃഷ്ണൻ, പക്ഷേ നിങ്ങളുടെ മോഹം എന്താവും? ഞങ്ങളെ മോഹം കുറച്ച് സമയം എടുത്താലും പ്രശ്നമൊന്നുമില്ല സാർ. ഈ ആപത്തിനെ തടയിടണം. ഇത് അത്യാപത്താണ്. ഈ സതീശന്റെ ജമാഅത്തെ ഇസ്ലാമി ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒന്നുകിൽ സുധാകരന് സീറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഈ രണ്ടിലൊന്ന് തീരുമാനിക്കാതെ ആകെ ഇനി മുന്നിലുള്ളത് 19-20 ദിവസമാണ്. ആ സമയത്ത് കിടന്ന് ഇങ്ങനെ സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാതെ കളിക്കുന്ന ഒരു കളിയുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സാർ, സുധാകരന്മാർക്ക് ശനി ദശയാണ് സാർ. കഴിഞ്ഞ 10 വർഷം കാത്തിരുന്ന് വന്ന അവസരം
കോൺഗ്രസ് തമ്മിലടിച്ച് അവസാനിപ്പിക്കുന്ന ഒരവസാനം. വഴിയാണെങ്കിലും കോൺഗ്രസ് വിവേകം വീണ്ടെടുത്ത് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങണം എന്നാണ് എന്റെ അഭിപ്രായം. മറ്റുള്ളവർക്ക് ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, ഈ സുധാകരൻ വരട്ടുമ്പോൾ ഇങ്ങനെ വിരണ്ടു പോകാനുള്ളതേ ഉള്ളോ കോൺഗ്രസ് ഹൈക്കമാൻഡ്? കിരൺ സാറ് നമസ്കാരമുണ്ട്. നമസ്കാരം. ഞാൻ ഇന്നലെ രാത്രി 2:30 വരെ കാത്തുന്നു. ഇവർക്ക് ഇപ്പൊ കിട്ടും, സുധാകരൻ ഇപ്പൊ കിട്ടും, പോലെ ഒപ്പിട്ട് കൊടുക്കും, പോയി നിന്നോ അറിഞ്ഞാണ്. അപ്പോ ആ 2:30 കഴിഞ്ഞിട്ടും കിട്ടിയില്ല. ഇന്ന് ഈ നേരം വരെ സാറെ ഞാൻ അതിന്റെ മുന്നിൽ തന്നെയാണ്. കാരണം വെച്ചാൽ സുധാകരന് കിട്ടിയോ കിട്ടിയില്ല എന്നുള്ള അറിയാൻ വേണ്ടി. സുധാകരന് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഭരണത്തിൽ കയറ ഓൽക്ക് ഞങ്ങൾ മോശപ്പെട്ട മനസ്സിലുള്ള ഇവിടെ LDF. അപ്പൊ കേറ എന്നുള്ളതിന്റെ ആ തണ്ടും വെച്ചിട്ടാണ് ഇപ്പൊ ഈ വലിയ സുധാകരൻ നടക്കുന്നത്. ഈ സുധാകരന്റെ ഈ വളവ് ഇത് കിട്ടിക്കണോന്ന് പറഞ്ഞ ഓന വന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ പടക്കം പൊട്ടിച്ചു. അപ്പൊ ഞാനും ഇതിന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളെ മറ്റേ കാസർഗോഡ് MLA അല്ല MP പറഞ്ഞു അതിന്റെ വിവരങ്ങളൊക്കെ. അത് അങ്ങനെ നിങ്ങളൊരു അഭിപ്രായം പറയാണ്, അല്ലാതെ അത് കൊടുത്തിട്ടൊന്നുമില്ല. അയാൾക്ക് ഇവരോട് സംഗതി വച്ചാൽ അയാൾക്ക് ഒരു നല്ല കാര്യം പറഞ്ഞതിന് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാല് പിന്നെ കിട്ടാതെ കിട്ടിയിരിക്കണെന്നും പറഞ്ഞാണ് ഇവിടെ പടക്കം പൊട്ടിച്ച് ആളും പാളും ഒക്കെ കഴിക്കാൻ നിൽക്കുക. ഇനി അഥവാ കിട്ടി ഇവർക്ക് എന്ന് കൂട്ടുക, ഇവിടെ പറഞ്ഞ ഭരണം കിട്ടുന്നുള്ളതിന് വല്ല ഉറപ്പുണ്ട് അവർക്ക്? ഇവിടെ ഈ ജനങ്ങളെ സ്നേഹിക്കണേ, ഈ കേരളത്തിന്റെ വികസനം, ഈ കേരളത്തിന്റെ എല്ലാ കാര്യം, ആസ്പത്രി തൊട്ട് വേറുള്ള തൊട്ട് വനം തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് പിന്നെ പെൻഷനും കൊടുത്ത് ഒരു പറഞ്ഞത് പെൻഷൻ കൊടുക്കൂല എന്ന് പറഞ്ഞത്. ഞങ്ങൾ വന്നാൽ പെൻഷൻ കൊടുക്കൂല. ആര് പെൻഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു ശ്രീ മുഹമ്മദ്? ആരാണ് പെൻഷൻ കൊടുക്കില്ലെന്ന് പറഞ്ഞത്? ആ പെൻഷൻ കൊടുക്കൂല എന്നുള്ളത് മറ്റേ ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞു. ആര് പറഞ്ഞു? പെൻഷൻ കൊടുക്കൂല. ആര് പറഞ്ഞു ശ്രീ മുഹമ്മദ്? ചെന്നിത്തല പറഞ്ഞതില്ല. ചെന്നിത്തലയൊന്നും അങ്ങനെ പെൻഷൻ കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. തെറ്റായ പ്രചരണം താങ്കൾ പറയരുത്. പെൻഷൻ 3000 കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ താങ്കൾ തെറ്റായ പ്രചരണം നടത്തരുത്, അത് ശരിയല്ല. താങ്കൾക്ക് രാഷ്ട്രീയം കാണും. താങ്കളുടെ എതിരാളികളായ രാഷ്ട്രീയ പാർട്ടികളെ ആക്രമിക്കാനും പ്രതിരോധിക്കാനും ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്നും യാതൊരു സംശയമില്ല. അതിനൊക്കെ പറയുന്നതിന് പകരം തെറ്റായ ഒരു വിവരം UDF വന്നാൽ പെൻഷൻ കൊടുക്കില്ലെന്ന് അവർ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് തെറ്റായ വിവരമാണ്. അത് പറയുന്നത് രാഷ്ട്രീയ മര്യാദയല്ല ശ്രീ മുഹമ്മദ്. ശരി, ഓക്കെ, എന്തായാലും ആട്ടെ. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്നാണ്. ശ്രീ ഗോപകുമാർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ സുധാകരന് മുന്നിൽ ഇങ്ങനെ വഴങ്ങി ബാക്കി എല്ലാവരും പ്രചരണം തുടങ്ങിയപ്പോഴും കോൺഗ്രസിന് പകുതി സീറ്റുകൾ പ്രചരണ സ്ഥാനാർത്ഥിയായിരുന്നു പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? നമസ്കാരം കിരൺ ബാബുജി. നമസ്കാരം. ഞാൻ ഇന്നലെ മനുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വളരെ ഒരു കോമഡി ആയിട്ട് തമാശയായിട്ടും പോയി. അതുമാതിരി തിരിച്ചിന്നിപ്പോ കിരൺ ബാബു വന്ന കാരണം കൊണ്ട് കിരൺജിയുടെ അടുത്ത് പറയുകയാണ്, ഈ മനുജിക്ക് ഒരു പണി കൊടുക്കണോട്ടോ. എപ്പോഴും ഈ സൈക്കിളിന്റെ പിന്നിൽ, ഞാൻ നല്ല പുള്ളിയുടെ അതിനെ സൈക്കിളിന്റെ പിന്നിൽ ഓടി വന്ന് പറന്നു വന്നിട്ട് ബാലരമയിലൊക്കെ ഉണ്ടായാലും ഒരു ഡിങ്കനും മായാവിയൊക്കെ അതുമാതിരി പറന്നു വന്ന് സൈക്കിളിന്റെ ബാക്കിൽ വന്ന് കയറി എന്നിട്ട് മൂപ്പര് സൂചിച്ചു പോവാ. കഷ്ടപ്പെടുന്നത് കിരൺ ബാബു. അപ്പൊ ഒരു ആടി പാടിയിട്ടാണ് തനിക്ക്. താങ്കൾക്ക് അതിനൊരു വിഷമായിട്ട് തോന്നല്ലേ? സന്തോഷത്തിൽ തന്നെയാണ് താങ്കൾ പോകുന്നത്. ഒരു ദിവസം താങ്കൾ വന്ന് പുറകിലിരുന്നിട്ട് മനോജി സൈക്കിൾ ഓടിക്കുന്ന ബുദ്ധിമുട്ടുന്നത് എനിക്കൊന്ന് കാണണം. നമുക്ക് നമ്മുടെ ഗ്രാഫിക്സിൽ അഭിലാഷിന്റെ ടീമാണ് ഇത് ചെയ്യുന്നത്. അഭിലാഷോട് പറയാം, ഇനി ഒരു നല്ലൊരു പരിപാടിയാട്ടോ. മാറ്റം വന്നത് നല്ല പരിപാടിയാണ്. പൊതുവെ എഴുത്ത് സ്ക്രീനിൽ കാണുന്നത് ഇതിനെല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഗൗരവമായ രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ സൈഡിൽ ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ പോലെ രണ്ടുപേരും ഇങ്ങനെ ചെയ്യുമ്പോൾ അത് എങ്ങനെയാവും എന്നുള്ളത്. പക്ഷെ അത് അങ്ങനെയല്ല. എന്നോട് പറയൂ നന്നായിട്ടുണ്ട്. നമുക്ക് ഈ കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, പറ. പിന്നെ ഈ മഞ്ചേരി മുഹമ്മദ് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിനെ ഞാൻ വ്യക്തിഹത്യ നടത്താനോ വ്യക്തിപരമായിട്ട് പറയാനോ അല്ല. താങ്കൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. ഒന്നും അറിയാത്ത കാര്യം എങ്ങനെ പറയാൻ കഴിയുന്നത്? ഒരു അദ്ദേഹത്തിന് CPM-ന്റെ രാഷ്ട്രീയമാണ്, എനിക്ക് BJP-യുടെ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കോൺഗ്രസ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല. കോൺഗ്രസ് ചെയ്ത കാര്യങ്ങൾ ചെയ്തു തന്നെ പറയണം. CPM ചെയ്താലും ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ന്യായമായി പറയുന്ന ഒരു വ്യക്തിയാണ്. ന്യായമില്ലാത്ത കാര്യത്തിന് പറഞ്ഞ് ഇത് ചെയ്യരുത്. താങ്കൾ അത് ഉടനടി ഇടപെട്ടത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്കൾക്ക് എന്താ പറയേണ്ട, ഒരു 1000 കയ്യടിയോ എന്ത് വേണമെങ്കിൽ തരാം. എന്റെ ഹൃദയം തന്നെ, ഒരു ചുവന്ന ഹൃദയം ഞാൻ തരുന്നു ആദ്യം.
പിന്നെ ശരി. ബി ജെ പിക്ക് കാത്തിരിക്കാം. ബി ജെ പി താങ്കൾ ചോദിച്ചു ബി ജെ പിയുടെ അഭിപ്രായം എന്താണ്, നമ്മൾ ബാലകൃഷ്ണൻ വടകരയോട് താങ്കൾ ചോദിച്ചിരുന്നു. അപ്പൊ ബി ജെ പിക്ക് ഒന്നും വിഷയമില്ല കിരൺജി. ബി ജെ പി കാത്തിരുന്ന് കൈയടക്കുന്ന പാർട്ടിയാണ്. താങ്കൾക്ക് അതറിയാം, ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ പറഞ്ഞു പോകാൻ ഒരുപാട് പറയാനുണ്ട്. പിന്നെ സുധാകരന് വേണ്ടിയിട്ട് കണ്ണൂരില് സുധാകരന് വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടി വഴങ്ങി കൊടുക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. വഴങ്ങി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പാർട്ടി പിളരും, ഒരു തർക്കമില്ല. പാർട്ടി പിളരും. അദ്ദേഹം ബി ജെ പിയുടെ പക്കത്തേക്ക് ചാഞ്ഞു സ്വതന്ത്രമായി അടുത്ത പ്രശ്നത്തിലേക്ക് പോകാൻ നമ്മുടെ സമയം ഒരുപാടാവുന്നു. ഉമേഷാണ്, കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ഉമേഷ്, ഈ ഒന്നുകിൽ കൊടുക്കുമെന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിനെ എന്തിനാണ് ഹൈക്കമാൻഡ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്? തീരുമാനമെടുക്കുക എന്നുള്ളതല്ലേ നേതൃത്വത്തിന്റെ ഒരു കഴിവ്, അല്ലെങ്കിൽ അതല്ലേ അവരുടെ ഉത്തരവാദിത്വം? നമസ്കാരം കിരൺജി. നമസ്കാരം. താങ്കൾ ചോദിച്ചത് പോലെ കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക എന്നൊക്കെ അങ്ങനെ നമുക്ക് എളുപ്പം പറയാം. പക്ഷെ ഇത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, അതുപോലെ ഒരു മുന്നണിയുടെ പ്രവർത്തനമാണ്. അപ്പോൾ ഒരു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ പലതും നമ്മള് എന്താ പറയാ, പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ഇതൊന്നും ഒരു സ്ഥാനാർത്ഥി നിർണയമാണ്. ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതല്ല. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ LDF-ന്റെ ദുർഭരണം തന്നെയാണ്. അത് ജനങ്ങൾ ചോദിച്ചോട്ടെ, ഞാൻ നിങ്ങൾക്ക് LDF-ന്റെ ദുർഭരണം ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇനിയുള്ളത് കഷ്ടിച്ച് 20 ദിവസമാണുള്ളത്. ആ സമയത്ത് ഏപ്രിൽ 9 തീയതി കേരളം വിധി എഴുതാൻ പോവുകയാണ്. ആ സമയം കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മറ്റുള്ളവരൊക്കെ മുന്നിൽ പോയി. നിങ്ങൾ അപ്പോഴും സ്ഥാനാർത്ഥി ആര് എന്നറിയാതെ സ്ഥാനാർത്ഥി ചർച്ചയിലൊക്കെ നിൽക്കുകയാണ്. പിന്നെ നിങ്ങൾ ഇനി എപ്പോഴാണ് ഇതൊക്കെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്? ചിരഞ്ജീവിതം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകത ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിന് ഇതൊക്കെ ഒരു പ്രചരണം. ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി മാത്രം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൊന്നല്ലല്ലോ നമ്മൾ. നേരെ സുധാകരന്റെ സീറ്റ് ഇല്ല എന്ന് തീരുമാനിച്ച് നേരെ അങ്ങ് തീരുമാനമെടുത്ത് നടപ്പാക്കി അങ്ങ് മുന്നോട്ട് പോയിക്കൂടെ? ജനം അത്രത്തോളം UDF-നെ ജയിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ എന്തിനാണ് ഒരു തീരുമാനം എടുക്കാൻ ഇത്ര ഭയപ്പെടുന്നത്? അല്ല, സുധാകരൻ സാറിനെ പോലുള്ള ഒരാളെ പെട്ടെന്ന് അങ്ങ് തഴഞ്ഞുകൊണ്ട് ഒരു നമ്മുടെ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു തീരുമാനം ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് സുധാകരൻ സാറ്. അപ്പോ അതിനുള്ളൊരു സത്യത്തിൽ അതൊരു ഇന്ന് സത്യത്തിൽ ഇത് ലേറ്റ് ആക്കുക എന്നുള്ളത് സത്യത്തിൽ ഞാനിപ്പോ തുറന്നു പറയാണ്, കോൺഗ്രസ് നമ്മുടെ നേതൃത്വം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ആവേശമണികളുണ്ട്. ആ ആവേശം കെടുത്താതെ ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ, അത് നല്ല രീതിയിൽ ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇവിടെ തമ്മിലടിക്കുന്നത് ഇപ്പൊ കോൺഗ്രസ്സുകാർ കണ്ടിട്ടൊന്നുമില്ല. കോൺഗ്രസ്സുകാർ കാലാകാലങ്ങളിൽ താങ്കൾ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് പറയുന്നത് ഇപ്പൊ കാലാകാലങ്ങളെ നടത്തിക്കൊണ്ടുവരുന്ന ഒരു കീഴ്വഴക്കമാണല്ലോ എന്നുള്ള ന്യായീകരണമൊന്നുമല്ല. പക്ഷെ കോൺഗ്രസ്സുകാർ ഇങ്ങനൊക്കെ തന്നെയാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ ആയിട്ടും കോൺഗ്രസ് ഇവിടെ ഭൂരിപക്ഷം സീറ്റിൽ ജയിച്ചു വന്ന ചരിത്രമുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാത്ത അങ്ങനെ ചരിത്രമൊക്കെ ഉണ്ട്. 2001 ആ തരത്തിലേക്ക് അവസാന നിമിഷം പിൻവലിക്കുന്നതിന്റെ തലേ ദിവസം 3 സ്ഥാനാർത്ഥികളെ കരുണാകരനും AK ആന്റണിയും അടിച്ച് കരുണാകരൻ പറഞ്ഞ 3 സ്ഥാനാർത്ഥികളെ വെക്കുന്നു. ചുമരെഴുത്തെല്ലാം മായിച്ച് പോസ്റ്ററെല്ലാം വലിച്ചു കീറി പുതിയ സ്ഥാനാർത്ഥികളെ ഒരുമിച്ച് 3 പേരെ ജയിപ്പിച്ചു. അന്ന് കോൺഗ്രസിന് വലിയ ശക്തിയൊക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് അന്ന് 99 സീറ്റ് നേടി അധികാരത്തിലൊക്കെ കയറാനുള്ള കരുത്തുണ്ടായിരുന്ന പാർട്ടിയായിരുന്നു. ഇന്നിപ്പോഴത്തെ കോൺഗ്രസ് അങ്ങനെയാണോ? അതിനുശേഷം പിന്നീട് ഒരിക്കലെങ്കിലും ഈ 75 എന്നുള്ളൊരു മാർക്ക് പോലും ആ UDF-ന് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 25 വർഷം കഴിഞ്ഞൊന്നും ആലോചിക്കണം. അതെ, പക്ഷേ ചരിത്രങ്ങൾ ഇനി മാറി മറിഞ്ഞു വരും. ചരിത്രങ്ങൾ മാറി മറിയാതെ ഇതുപോലൊരു അവസരം കോൺഗ്രസിന് മുന്നിൽ ഇനി എപ്പോഴാണ് കിട്ടുക? ഇതുപോലൊരു അവസരം UDF-ന് കിട്ടാതിരിക്കുക. പിന്നെ ബാലകൃഷ്ണൻ വടകര പറയുന്ന പോലെ ഇതൊന്നും നടക്കൂല എന്നല്ല, അതെല്ലാം ബാലകൃഷ്ണൻ വടകരയെ പോലുള്ളവരുടെ മിഥ്യാധാരണയാണ്. അല്ലാതെ ഇതൊക്കെ കോൺഗ്രസ് ഇത് പുഷ്പം പോലെ ജയിച്ച് ഈ കേരളം ഭരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. വയലാറിൽ നിന്ന് ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു സുധാകരന്റെ ഉടക്കിന് മുന്നിൽ മറ്റിടങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ ഇങ്ങനെ പകച്ചു നിൽക്കേണ്ട അവസ്ഥ കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. പുതിയ വേഷത്തിലും ഭാവത്തിലും ഒരു നല്ല ഒരു അഭിനന്ദനം. ശരി, ഓക്കെ, താങ്ക് യു. പിന്നെ ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ എനിക്ക്
ഇതിനെ വിളിക്കുന്ന ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ളവരുടെ ആ ദയനീയാവസ്ഥ കാണുമ്പോൾ വളരെ സങ്കടമുണ്ട്. കാരണം ഒരല്പം പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു UDF-നും ഈ ഇലക്ഷനും. അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ആര്? ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സാധനം. എന്റെ കരുണ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയൊരു ദേശീയ നേതൃത്വം, ഇത്ര ദുർബലതയുള്ള ഒരു ദേശീയ നേതൃത്വത്തിന് ഞാൻ എന്റെ ഈ 72 വർഷത്തെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവരൊറ്റ ഒരു കൂട്ടരാണ്. ഈ ഇത്തവണ വരാൻ പോണ ദോഷം മറിയാണെങ്കിൽ അതിന് ഉത്തരവാദി ഇവർ മാത്രമായിരിക്കും. വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കേരള നേതാക്കൾ പറയുന്നുണ്ട്, സതീശൻ പറയുന്നു, വേണുഗോപാൽ പറയുന്നു, എല്ലാരും പറയുന്നു ദേശീയ നേതൃത്വമാണ് എല്ലാം തീരുമാനിക്കുന്നത്. അവർ തീരുമാനിച്ചാൽ അപ്പൊ ഓക്കെ. അപ്പൊ ഇത് വലിച്ചു നീട്ടി ഈ രണ്ടാം വാരത്തിലേക്ക് കടക്കാൻ പോകുന്നത് ആരുടെയും കുറ്റമല്ല, കോൺഗ്രസ്സുകാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറയുമ്പോൾ ചിരി വരും. കാരണം ഒരു സുധാകരൻ ഇല്ലെങ്കിൽ തന്നെ കോൺഗ്രസ് മൊത്തം നശിച്ചു പോകുമോ? രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്യണം. ഇപ്പോഴാണ് നമ്മൾ കരുണാകരന്റെ അല്ല ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ വില അറിയുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ അവിടെ നിൽക്കും, അല്ലാത്തതിനൊക്കെ പുറത്തായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെസൈഡാകെ പോയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൊത്തം നശിച്ചു പോയാ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ എത്രയോ പ്രഗത്ഭരായ നേതാക്കൾ പോയി. ഇവർക്ക് നട്ടലില്ലാത്ത, നട്ടലിന്റെ സ്ഥാനത്ത് റബ്ബറോ വാഴപ്പിണ്ടിയാണ് ഇവർക്കുള്ളത്. അത്ര മാത്രമേ പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത്. ശ്രീനിവാസൻ, ഈ പട്ടിക വൈകുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ നിരാശ ഉണ്ടാക്കുന്നുണ്ട്. നേതാക്കൾ ഈ പ്രവർത്തകരുടെ ഒരു വികാരമെങ്കിലും മാനിക്കാൻ തയ്യാറാവേണ്ടേ? അല്ല സാർ, നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു ഹൈക്കമാൻഡിന് നട്ടില്ലാന്ന്. ഞാനൊന്ന് പറയട്ടെ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ദേശീയ പാർട്ടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലെ ഒരു ഉണ്ണാമ്പ് പാർട്ടി ഒന്നുമല്ല ഇവിടെ. മനസ്സിലായിട്ടുണ്ട്? അവർക്ക് ഇവിടെ കേരളത്തിലത്തെ സ്ഥാനാൾക്കാരെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഇതല്ല ഹൈക്കമാൻഡ്, അതല്ല. 5 സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള സീറ്റ് നടത്തണം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതൊന്നുമില്ല. പിണറായി വിജയൻ പറഞ്ഞ ആള് ഞാൻ നീ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം ഒരാളും ഉണ്ടായില്ല. ഏകാധിപത്യന് പിണറായി വിജയൻ. മനസ്സിലായിട്ടുണ്ട്? അതുപോലെയല്ല കോൺഗ്രസ് 4 ആൾക്കാരെ മുമ്പിൽ ഇരുന്ന് വട്ടമേശം കൂട്ടി ചർച്ച ചെയ്യുന്നതാണ്. 5 സ്റ്റേറ്റിലപ്പോ ഒരുമിച്ചാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയില്ല. ഞങ്ങൾക്കൊരു ലേശം നീണ്ടു പോയാലും അത് നാളെ മറ്റന്നാളായിട്ട് ആയാലും. ഇന്നത്തെ കാലത്ത് ഇപ്പൊ മയക്കപ്രചരണമൊന്നും വേണ്ട സാറ്. ഇപ്പൊ ഒക്കെ മൊബൈലിൽ എന്തെല്ലാം ആപ്പുകളുണ്ട്. ഇതൊക്കെ മതി. ഞങ്ങൾക്ക് അത് മതി. ഒരു കാര്യം ഉറപ്പാണ്, 100 സീറ്റിലും കൂടുതൽ UDF പിടിച്ചിരിക്കും, ഭരണം തിരിച്ചു പിടിക്കും. അതിൽ ഒരു സംശയം വേണ്ട. കണ്ണൂർ ഉദാഹരണം നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 7 സീറ്റ് UDF കരസ്ഥമാക്കും. കിരൺ സാർ വേണമെങ്കിൽ എഴുതി വെച്ച വേണമെങ്കിൽ. സുധാകരൻ പണ്ട് ഉദുമയിൽ പോയി മത്സരിച്ച് തോറ്റ കഥയൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്, ആയിക്കോട്ടെ. ഇവിടെ നോക്കിക്കോളാം നിങ്ങൾ. മമ്മമാരൊക്കെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ. സുധാകരൻ ഇല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല എന്നാണോ? സുധാകരൻ ഇല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല എന്നാണോ? അല്ല, സുധാകരന് കിട്ടില്ല സീറ്റ്. അതൊക്കെ ഷുവറായിട്ട് അതിന്റെ രീതിയിൽ ആന്റണി ഭംഗി വാങ്ങി അതിനെ അവതരിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഹൈക്കമാൻഡിന്. അതൊക്കെ റെഡിയായിരിക്കും. ശ്രീരാജനാണ് തിരുവല്ലയിൽ നിന്നാണ്. ശ്രീരാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? മറ്റു പാർട്ടികളൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിനെ പോലെ ഭരണം പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടി, അല്ലെങ്കിൽ ഭരണത്തിൽ തിരിച്ചു വന്നേ മതിയാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടി ഇപ്പോഴും തർക്കത്തിൽപ്പെട്ട് നിൽക്കുകയാണ്. നമസ്തേ സാർ. അവരുടെ ഒരു അവസരമായിരുന്നു ഇത്. കോൺഗ്രസ്സുകാരുടെ ഒരു അവസരമായിരുന്നു ഇത്. ഇപ്പൊ MP സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് തിരിച്ചിവിടെ വന്ന് MLA ആവണം സുധാകരന്. എന്ത് വൃത്തികെട്ട ചിന്തകളായത്. ഒരു MP സ്ഥാനത്തിരിക്കുന്ന ജനങ്ങളെ സേവിക്കണമെങ്കിൽ ഏത് സ്ഥാനത്തിരുന്നാലും ജനങ്ങളെ സേവിക്കാം. ഇത് ജനങ്ങളെ സേവിക്കാനല്ല. ഇത് ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് നമുക്ക് കൈയിട്ട് വരാം. ഇവരുടെ ഒരു അവസരം ഇവര് വെറുതെ കളഞ്ഞു കുളിക്കുക. ഇനി 20 ദിവസം കൂടെ ഉണ്ട് ഇവർക്ക് ഇതിന് ഒരു ഇലക്ഷനിലോട്ട് ചെല്ലാൻ. അപ്പൊ പൊതുജനങ്ങളോട് ഇവരെന്താ പറയുക? ഇവരെ എല്ലാവരെയും പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആണെന്നുള്ള ആ രീതിയിൽ അങ്ങ് ആക്കി കൊടുക്കണം. എന്നാലേ ഇവരെ കൊണ്ട് ഭരിക്കാനൊക്കത്തുള്ളൂ. ഈ കോൺഗ്രസ് നാശിച്ച് നാറാണക്കല്ലടിക്കുന്ന കാരണം ഇതാണ്, അധികാരക്കൊതി. വെള്ളയിട്ട് ഇറങ്ങിയേക്കുക. എന്നിട്ട് അധികാരം കിട്ടുന്നിടം വരെ ഇങ്ങനെ പിടിച്ചു നിൽക്കും. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സുധാകരന് മുന്നിൽ വല്ലാതെ വഴങ്ങി നിൽക്കേണ്ട ഗതികേടിലാണോ കോൺഗ്രസ് ഹൈക്കമാൻഡ്? തീർച്ചയായിട്ടും. കാരണം ഇത് VD സതീശനും രമേശ് ചെന്നിത്തലയും പറയുന്നു ഹൈക്കമാൻഡ് തീരുമാനിച്ചു എന്ന് പറഞ്ഞാലും ഈ VD സതീശനും രമേശ് ചെന്നിത്തല തന്നെ MP മത്സരിക്കേണ്ടെന്ന് ഹൈക്കമാൻഡിനോട് പറയും. പിന്നെ ഇവിടെ കേരളത്തിലുള്ള നേതാക്കൾ ഇതിനെ തടസ്സമല്ല എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് അത് പറഞ്ഞത്. കാരണം
ഈ സുധാകരൻ ഇവിടെ ഇപ്പം പിന്നെ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഈ നിയമസഭയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു അടി നടക്കും. കാരണം പിന്നെ സതീശനുണ്ട്, ചെന്നിത്തലയുണ്ട്, ഇപ്പൊ കൊടിക്കുന്നിലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തിനാണ് പിന്നെ പാർലമെന്റിലേക്ക് മത്സരിക്കുകയെന്ന് അറിയാത്തത്? ഞാൻ പറഞ്ഞ പിന്നെ രാജിവെച്ചിട്ട് വേണം മത്സരിക്കാൻ. പിന്നെ പാർലമെന്റ് രാജിവെച്ച് മത്സരിച്ച് BJP അല്ലേ കയറുള്ളൂ. ഇവര് BJP പ്രതിരോധിക്കാൻ പോയവരാണ്. ഈ BJP പ്രതിരോധിക്കാൻ പണ്ട് കുഞ്ഞാലിക്കുട്ടി പോയ പോലെ BJP പ്രതിരോധിക്കാൻ പോയിട്ട് അവിടെ നിന്ന് രാജിവെച്ച് വന്നു കഴിഞ്ഞാൽ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ BJP പ്രസിഡൻസി ഇവിടുന്ന് പോകും. അന്നേരം എന്ത് ഉത്തരം പറയും? മാർക്സിസ്റ്റ് പാർട്ടിക്ക് തക്കതായ മറുപടി കൊടുക്കാൻ പറ്റുമോ? മാർക്സിസ്റ്റ് പാർട്ടി പറയില്ലേ പിന്നെ ഇത് പിന്നെ BJPക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു കൊടുക്കാന്നും കൂടെ പറയില്ലേ? ഇപ്പൊ നേരത്തെ രാജസ്ഥാനിന് KC വേണുഗോപാൽ ഒഴിഞ്ഞു കൊടുത്തപ്പോ അവിടെ ഒരു രാജ്യസഭയിലേക്ക് പോയത് കണ്ടില്ലേ? അതേപോലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ആത്മവീര്യം കെടുത്തുന്ന ഒരു സംഗതിയാണ്. പിന്നെ മഞ്ചേരി നേരത്തെ പറഞ്ഞു പെൻഷൻ കൊടുക്കില്ല എന്ന് ഒരിക്കലും ഒരാളും പറഞ്ഞിട്ടില്ല. പെൻഷൻ കൊടുക്കില്ല, നിങ്ങളെ അവകാശമല്ല എന്ന് പറഞ്ഞത് ഹൈക്കോടതിയിൽ അവകാശമല്ല എന്ന് പറഞ്ഞത് LDF സർക്കാരാണ് പോയി പറഞ്ഞത്. മഞ്ചേരി അത് ഓർക്കണം. പെൻഷൻ എന്നുള്ളത് കൃത്യസമയത്ത് കിട്ടണം, ഇല്ലെങ്കിൽ അത് അവകാശമല്ല എന്ന് LDF സർക്കാരാണ് ഹൈക്കോടതിയിൽ പോയി പറഞ്ഞത്. ഓർക്കണം മഞ്ചേരി കേട്ടാ. പിന്നെ ബാലകൃഷ്ണൻ ചേട്ടൻ ഈ LDF വരും അവരെ BJPയുടെ നേതാക്കൾ പോലും ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറയുന്ന സമയത്ത് വളരെ ഏത് BJPക്കാരനാണെന്ന് അറിയാത്തത്. BJPയുടെ ഫഹദാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ഫഹദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിലെങ്കിലും ഒരു ഐക്യത്തോടു കൂടി നിന്ന് തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ ഉറച്ച തീരുമാനമെങ്കിലും എടുക്കണം. ഇത് അതുമില്ല ഇതുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന അതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ ചെയ്യുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതെ, ഇതുപോലൊരു വൃത്തികെട്ട പാർട്ടിയും അതിന്റെ നേതാക്കളും ഇന്ത്യയിൽ തന്നെ ഇന്ന് ഇല്ല എന്നുള്ളതാണ് വസ്തുത. BJPയെക്കാൾ താഴ്ന്ന അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മാത്രം പ്രശ്നമില്ല. ഇപ്പൊ ആസാമിൽ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ എവിടെയൊക്കെ ഇലക്ഷൻ വരുന്നുണ്ട് അവിടെ എല്ലാം ഇത് തന്നെയാണ് പ്രശ്നം. എന്നിട്ട് നേതാക്കളുടെ അധികാരമോഹിയും പണക്കൊതിയന്മാരുമായിട്ടുള്ള നേതാക്കളുടെ തമ്മിലടി അവർ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഹൈക്കമാൻഡ്. അവിടുത്തെ ചർച്ച, ഇവിടുത്തെ ചർച്ച. അപ്പോൾ ഈ പാർട്ടിയുടെയും നേതാക്കളുടെയും ക്വാളിറ്റി കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇവരെ തെരഞ്ഞെടുക്കരുതെന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ബാധിക്കുന്ന വിഷയം ഇവരുടെ കീശ എങ്ങനെ നടക്കാം, ഇവർക്കുടെ വേണ്ടപ്പെട്ടവർക്ക് എങ്ങനെ അധികാരം കൊടുക്കാം, സ്ഥാനം കൊടുക്കാം എന്നുള്ളതാണ്. അല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമോ അവരെ ബാധിക്കുന്ന ഒന്നും ഇവരുടെ പ്രശ്നമേ ഇല്ല. ഇപ്പൊ സുധാകരന്റെ ഇതിനോടുള്ള ലക്ഷ്യം എന്താണ്? MLA ആവുക എന്നുള്ളതല്ല. ഇപ്പോ ഒരു ചെറിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് ഇവർക്ക് അങ്ങ് തോന്നിപ്പോയി. അപ്പൊ അതുകൊണ്ട് കയറി നിന്നാൽ അഥവാ വല്ല മന്ത്രിസ്ഥാനോ അല്ലെങ്കിൽ ആഭ്യന്തര മുഖ്യമന്ത്രി ആവാ എന്നുള്ളൊരു കൊതിയിലാണ് കയറി നിൽക്കുന്നത്. അല്ലാതെ കണ്ണൂരിലെ ജനങ്ങളെ സേവിച്ചു കളയാമെന്ന് അവിടുത്തെ MLA ആയിട്ട് ഇരിക്കാമെന്നുള്ള ലക്ഷ്യമൊന്നുമല്ല. ഒന്നെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ പറ്റില്ല. അങ്ങനെ അതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 19 MP അവിടെ പോയി നിന്ന് കിളക്കണമെന്ന് ചോദിച്ച ഒരു MP ആണ് K. സുധാകരൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനിയെങ്കിലും ഇവരുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഇവരുടെ ആവശ്യം എന്താണെന്നുള്ളത്, എന്തിനാണ് ഇങ്ങനത്തെ നേതാക്കൾ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വീണ്ടും ഒരു തുടർഭരണത്തിന് ജനങ്ങൾ വഴിയൊഴുക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ബാബു ആണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ബാബു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കോൺഗ്രസ് മാത്രം ഇങ്ങനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ, അത് പണ്ട് തൊട്ടേ അവരുടെ രീതിയാണെന്നൊക്കെ പറയാം, പക്ഷേ അതിനൊക്കെ കഴിയുന്ന ഒരു അവസ്ഥയിലാണോ അവർ ഇപ്പോൾ നിൽക്കുന്നത്? എനിക്ക് 70 വയസ്സുണ്ട്. ശരി. പാരമ്പര്യമായിട്ട് ഞാൻ കോൺഗ്രസ് അനുഭാവിയാണ് ഇന്ന് വരെയും. ശരി. പത്തനംതിട്ട എവിടെയാണ്? മല്ലപ്പള്ളിയിലാണ്. ഓക്കെ. ഇപ്പൊ ഈ മുങ്ങിത്താഴ്ന്ന ഒരു പാർട്ടിയാണ് ഇപ്പൊ CPM-കാര്. അതേ അതിൽ നിന്ന് രക്ഷ നേടാൻ കോൺഗ്രസ്സുകാര് ഇപ്പൊ ഈ സമയത്ത് നല്ലൊരു അവസരമായിരുന്നു. അവരത് വിനിയോഗിക്കാതെ തമ്മിൽ തല്ലുക. ഇവരെ അയച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അയച്ച് അവരില്ലേ കോൺഗ്രസ് ഇല്ലെന്ന്. പക്ഷെ അവരൊന്ന് ചിന്തിക്കണം, അണികളാണ് ഈ കോൺഗ്രസ് എന്ന് വേണ്ടിയത്. അതുകൊണ്ട് ഈ അധികാരമോഹികളും ഈ ഹൈക്കമാൻഡ് ഇവർ ഒരിക്കൽ മുട്ടുകുത്തിയത് തീർച്ചയായിട്ടും ശരിയായ നടപടിയല്ല. ഹൈക്കമാൻഡിനോട് ഉള്ള എന്റെ പ്രതിഷേധം കൂടെ ഞാൻ അറിയിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി മുങ്ങി താഴുകയാണ്. അപ്പൊ അതിൽ നിന്ന് കരകയറാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. അപ്പൊ ഇവരെല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയും അച്ചാനും കളിച്ച് തമ്മിലടിച്ച് ഇത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് എനിക്ക് അതിന്റെ മാനസികമായ ബുദ്ധിമുട്ടിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അണികളാണ് ഇപ്പം സത്യം പറഞ്ഞാൽ തകർന്നിരിക്കുന്നത്. ഇവർ ഇതൊന്നും അറിയുന്നില്ല. ഓക്കെ, ശരി. താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. സാധാരണ ഒരു അണികളുടെ ഒരു പ്രതിഷേധം കൂടിയാണ്. സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ഏത് വിധേനയും ഭരണത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ള തീവ്രമായ ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് നേതാക്കൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
അയ്യോ കഷ്ടി കടന്നു കൊടുന്ന് ഓർത്താ ഞാൻ ഈ ഇത്ര നാൾ ഓർത്തോണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവര് പിന്നെയും താഴ്ത്തിട്ട് പോകാൻ രക്ഷയുള്ളൂ. ഒരു അടിയും ബഹളവും. സർവേകാലം പറഞ്ഞ 4-5 സീറ്റ് കൂടുതലിട്ട് കയറി പോകുന്ന പറഞ്ഞേക്കണം. ഇതിപ്പം BJPക്ക് കുറച്ച് സീറ്റ് കൂടുതൽ കിട്ടും, ഇവര് അടിയെ പോവുകയും ചെയ്യും. നോക്കിയല്ലേ, അത് തന്നെ നടക്കുള്ളൂ. ഇവര് അടിയുണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വാസം നഷ്ടപ്പെടില്ലേ? ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ പ്രദീപ്. മറ്റു പ്രേക്ഷകരുണ്ട്. ശ്രീ രാജനാണ് കൊല്ലത്തുനിന്നും. ശ്രീ രാജൻ, ഈ സുധാകരന് മുന്നിൽ എന്തുകൊണ്ടാവും കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ വഴങ്ങി നിൽക്കേണ്ടി വരുന്നത്? സാറേ, സുധാകരനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു ലൈൻ ഒരു 5 പേര് നിൽപ്പുണ്ട്. പിന്നെ അവിടുന്ന് രാജിവെച്ചിട്ട് ഇവിടെ പറയാം. ഇപ്പൊ അടൂർ പ്രകാശ്, കൊടുക്കുന്നിൽ സുരേഷ്, പിന്നെ നമ്മുടെ ഷാഫി പറമ്പില് ഒത്തിരി പേര് നിൽപ്പുണ്ട്. അപ്പൊ അത് ഇങ്ങേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം ലൈനായിട്ട് നിൽക്കും. അതിന് നോ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് നിൽക്കാത്തത്. പിന്നെ ഏതോ ഒരാൾ പറഞ്ഞിട്ട്, ഉമേഷോ ആരെന്ന് പറഞ്ഞിട്ടുണ്ട്, അഖിലേന്ത്യാ പാർട്ടിയാണ്, അതുകൊണ്ടാണ് ജനാധിപത്യം കൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. 5 ദിവസമായി ഇങ്ങനെയാണോ ജനാധിപത്യം നടത്തുന്നതെന്ന് ചോദിച്ച്. പിന്നെ മുഹമ്മദ് മഞ്ചേരി പറഞ്ഞത് എന്താ, പിന്നെ VD സതീശനും ചെന്നിത്തലയും വ്യക്തമായിട്ട് പറഞ്ഞ, ഞങ്ങൾ വന്നാൽ കിഡ്നി നിർത്തലാക്കും, തുരങ്കപ്പണി നിർത്തലാക്കും, അത് നിർത്തലാക്കും, ഇത് നിർത്തലാക്കും. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ശ്രീരാജൻ. വെറുതെ താങ്കൾ വേറെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് കിഫ്ബിയെ കുറിച്ച് വിമർശനം ഉന്നയിക്കുമ്പോൾ അത് എടുത്തിട്ട് നിങ്ങൾക്ക് ആരോപണം ഉന്നയിക്കാൻ കോൺഗ്രസിനെതിരെ എന്തെല്ലാം കാരണങ്ങളുണ്ട്. അത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുക. ഇല്ലാത്ത ഒരു കാര്യം എടുത്ത് വളച്ചൊടിച്ച് ഒരു ആരോപണം ഉന്നയിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യം ഞാൻ അതിന്റെ കട്ടിങ് അയച്ചിട്ടാം സാറിന്, കിരൺ സാറിന് അയച്ചു. അത് പോട്ടെ. എന്നിട്ട് ലൈഫ് പെട്ടെന്ന് എത്ര ആകുമെന്ന് പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടതാണ്. ഇനി രണ്ടാമത് കേട്ടോ, രണ്ടാമത് പറഞ്ഞു, ഇവരാരും മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല. 135 സീറ്റ് UDFന് കിട്ടും. നമ്മുടെ സജിനി ഐസ്ക്രീം പാർലർ ഫേമസ് PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവും കേരളത്തിന്റെ. എഴുതി വെച്ചോ. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റ് ഷാജഹാനാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും. ശ്രീ ഷാജഹാൻ, മുന്നിൽ നിന്ന് നയിക്കേണ്ട സമയമാണ് ഇപ്പോൾ കോൺഗ്രസ്. 10 വർഷമായി ഭരണത്തിന് പുറത്തു നിൽക്കുന്ന പാർട്ടിയാണ്. അവരിപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പോലും അന്തിമമാക്കാൻ കഴിയാതെ സുധാകരന് മുന്നിൽ വഴങ്ങി നിൽക്കുകയാണ്. എന്താണ്? സുധാകരൻ ഈ പാർട്ടിയെ നശിപ്പിക്കും എന്നാണ് എൻ്റെ ഒക്കെ അഭിപ്രായം. ഇപ്രാവശ്യം ഏതായാലും UDF അധികാരത്തിൽ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഒരു UDF പ്രവർത്തകനാണ്. പക്ഷെ ഇപ്രാവശ്യം ഇനി പ്രവർത്തിക്കില്ല. ഞാൻ കയ്പമംഗലം മണ്ഡലത്തിലാണ്. അതേപോലെ തന്നെ സുധാകരൻ ഇപ്പോ ജയിച്ച് എന്ന് വിചാരിച്ചോ, മന്ത്രിയാകാൻ വേണ്ടിയിട്ടാണല്ലോ പുള്ളി നിൽക്കുന്നത്. LDF അധികാരത്തിൽ വന്നാൽ സുധാകരൻ എന്ത് ചെയ്യും? ഏത് MLA സ്ഥാനം രാജിവെക്കുവോ അല്ലെങ്കിൽ MP സ്ഥാനം രാജിവെക്കുവോ? അതാണ് ചോദ്യം. ശരി, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി മറിച്ചാണ് അധികാരം ഉണ്ടാകുന്നതെങ്കിൽ ഏത് സ്ഥാനമായിരിക്കും രാജിവെക്കുന്നതെന്ന്. മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ടാണല്ലോ പുള്ളി ഈ കളിയൊക്കെ കളിക്കുന്നത്. അപ്പൊ പുള്ളി MLA സ്ഥാനം രാജിവെക്കുവോ? ജയിച്ചു കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വരില്ല ഇപ്രാവശ്യം. വരും. ചോദ്യം ഇങ്ങനെ സ്ഥിരമായി മാറി മാറി മത്സരിക്കുന്നവർക്ക് പറ്റിയ ഒരു ചോദ്യം തന്നെയാണ്. ഇനി മന്ത്രിയാവാൻ വേണ്ടി MP സ്ഥാനം കഴിഞ്ഞ് MLA സ്ഥാനത്ത് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞു, ഭരണം കിട്ടിയില്ലെങ്കിൽ പിന്നീട് MLA സ്ഥാനം രാജിവെക്കുമോ MP സ്ഥാനം രാജിവെക്കുമോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ടല്ലോ. അത് ശരിയായ ചോദ്യം തന്നെയാണ് ശ്രീ ഷാജഹാൻ. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്താണ് നിങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെ ഈ ഇറങ്ങി പ്രവർത്തിച്ച് നിൽക്കേണ്ട സമയത്താണ് നിങ്ങളുടെ പാർട്ടിക്കാരുടെ നേതാക്കളെല്ലാം കൂടി ഇങ്ങനെ അടികൂടി നിൽക്കുന്നത്? എന്താ അനിയൻകുട്ട സംഭവിക്കുന്നത്? സാറേ നമസ്കാരം. നമസ്കാരം. ഇക്കഴിഞ്ഞ ഇടയ്ക്ക് ഒന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ശരി, ഇപ്പൊ കിട്ടിയല്ലോ, പറഞ്ഞോളൂ. പറ്റിയ സമയത്ത് തന്നെ കിട്ടിയത്. അതെ, ഇന്നത്തെ സമയം നല്ല സമയമാണ്. ഇതൊരു വിഷയമല്ലേ സാറേ. ഇത് 10-15-19 ദിവസം ഉള്ളത് ഞങ്ങൾക്ക് 5 ദിവസം കിട്ടിയാൽ മതി. ഇത് സുധാകരന്റെ വിഷയമൊന്നുമല്ല, ഇതൊക്കെ വേറെ കളിയാണ് ഇത്. അതായത് ഇങ്ങനെ ഇട്ട് താമസിപ്പിച്ച എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് 9 MP മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് സുധാകരൻ അവിടെ ചെന്ന് സുധാകരന്റെ കളിയായത് അല്ല. സുധാകരൻ പാർട്ടിക്കെതിരൊന്നും അല്ലത്. അദ്ദേഹം പാർട്ടിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുദായ നേതാവാണ്, പ്രവർത്തക സമിതി അംഗമാണ്. അദ്ദേഹം ഇതറിയാം. ഇത് വഷളാകാൻ വേണ്ടി ഹൈക്കമാൻഡ് സുധാകരനൊക്കെ കൂടി കളിച്ച കളിയായത്. അതിന് പിന്നെ അതുകൊണ്ട് ഇത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ. ചിലപ്പോൾ അദ്ദേഹം സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഇവിടെ പാർട്ടി വിളയിരുന്നൊക്കെ വാർത്താ ചാനലിനൊക്കെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ. ഇത് ഇപ്പൊ 10-19 ദിവസം ഉണ്ടെന്ന് പറഞ്ഞാലേ 5 ദിവസം കിട്ടിയാൽ മതി. 5 ദിവസം പ്രചാരണം എന്ന് പറഞ്ഞാൽ അതൊരു ഇടിമുഴക്കം തന്നെയായിരിക്കും. അതുകൊണ്ട് ഇബ്രാഹിമാണ് പാലക്കാട് നിന്നാണ്. ഇബ്രാഹിം, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമയം
സർക്കാരിനെ അറ്റാക്ക് ചെയ്ത് മുന്നേറേണ്ട സമയം. ആ സമയത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് അതിനൊന്നും സമയമില്ലാതെ അവർ സ്ഥാനാർത്ഥി പട്ടികയുടെ പിന്നാലെ നടക്കുകയാണ്. പറഞ്ഞോളൂ. സുധാകരൻ നിന്നൊരു വ്യക്തി കോൺഗ്രസിന്റെ നെടുന്തൂണാണ്. മൂപ്പര് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നിയമസഭയ്ക്ക് മത്സരിക്കണം, ജയിക്കണം, ഒരു മന്ത്രി ആവണം എന്നുള്ള ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളും കൂടിയാണ്. മൂപ്പർക്ക് കിട്ടേണ്ടതാണ് അവസരം, മൂപ്പർക്ക് കൊടുക്കേണ്ടതാണ്. മൂപ്പര് മന്ത്രിയായതല്ലേ? മന്ത്രിയാവണം. മന്ത്രിയായതല്ലേ? ഇനിയും ഈ ആഗ്രഹവുമായി നിന്ന് കഴിഞ്ഞാൽ അടുത്ത ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലോക്സഭയിലെ എണ്ണം പ്രധാനമാണ്. അപ്പോൾ അവിടെ കണ്ണൂരിൽ നിന്ന് ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളില്ലേ? ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാ സ്ഥലത്തും ജയിച്ചിട്ടേ ഉള്ളൂ, എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പ് വന്ന ബഹുഭൂരിപക്ഷത്തിന് ആരും എന്നാലും ജയിക്കും, അതിൽ യാതൊരു സംശയമില്ല. ശരി, താങ്കളുടെ ആഗ്രഹം അങ്ങനെയാണ്. ഇബ്രാഹിമാണ് പ്രതികരിച്ചത്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ശ്രീ രാജീവാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജീവ്, താങ്കൾ എങ്ങനെയാണ് ഈ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിയെ കാണുന്നത്? സാറേ, ഇത് ഹൈക്കമാൻഡില്ലേ, ഈ ഹൈക്കമാൻഡൊന്നും ആരും അംഗീകരിക്കാത്ത ആൾക്കാരാ. ഈ KC വേണുഗോപാൽ, ഈ രാഹുൽ ഗാന്ധി. അങ്ങനെ പറയാൻ കഴിയുമോ ശ്രീ രാജീവേ? ഒരു പാർട്ടിയുടെ രാഹുൽ ഗാന്ധിയൊക്കെ ഒരു പാർട്ടി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. KC വേണുഗോപാൽ ആ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും സംഘടനകാര്യ ചുമതലക്കാരനും ഒക്കെയാണ്. അങ്ങനെയുള്ളവർ ആരും അംഗീകരിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. ആ പാർട്ടിക്കാർ എന്തായാലും അംഗീകരിക്കുന്നുണ്ട്. മറ്റു പാർട്ടിക്കാർ അംഗീകരിക്കണോ ഇല്ല എന്നുള്ളത് അവരുടെ വിഷയമാണ്. അവരൊക്കെ അംഗീകരിക്കുന്ന പാർട്ടിയൊക്കെ ആണെങ്കിൽ അടികൾ ഇങ്ങനെ ഈ നേതാക്കന്മാർക്ക് ഇങ്ങനെ മിണ്ടുവോ? ഇതൊക്കെ KC വേണുഗോപാലും ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഈ കോൺഗ്രസിനെ ഈ പരിവാക്കിയത്. ഈ വടക്കേന്ത്യയിലൊക്കെ ഇവർ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കൂന്നാന്ന് പറയുന്നത്. കേൾക്കത്തില്ല. ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ ഇവർക്കുള്ള പരിപാടി അത് തന്നെ. അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇപ്പം BJPയുടെയൊക്കെ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പാർട്ടിക്ക് പുറത്താ. അവർക്ക് ആ ചിഹ്നം മതി, താമര മാത്രം മതി. അതാണ് ഒരു കഴിവെന്ന് പറയുന്നത്. ഇതൊക്കെ ചുമ്മാതെ വേഷം കെട്ടി കിടക്കുന്ന. അതായത് ഞാൻ പറയാം, എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ BJPക്ക് അങ്ങ് വോട്ട് കൊടുക്കുക നല്ലത്. അവരങ്ങ് ജയിക്കട്ടെ, എങ്കിലേ ഇവരൊക്കെ നേരെയാവും. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, പോരാട്ടമുഖത്ത് നിൽക്കേണ്ട സമയത്ത് പോരാട്ടത്തിന് പകരം ഉള്ളിൽ പരസ്പരം പോരാടുകയാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. എന്താണ് പറയാനുള്ളത്? ശ്രീ മനു, കിരൺ, ഇത് നിങ്ങൾ ഈ സൈക്കിളിൽ കയറിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ വിളിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്. ശരി, ഓക്കെ. അപ്പം ഒരു സജഷനുണ്ട്. ആ പുറയിൽ ഒരു കൊട്ട വെച്ചായിരുന്നു നല്ലതായിരുന്നു, അതിനകത്തിൽ മനുവിനെ അങ്ങ് ഇരുത്തിയായിരുന്നു നല്ലതായിരുന്നു. സൈക്കിളിന്റെ പുറയിൽ കൊട്ട വെച്ചല്ലോ ആളിനെ ഇരുത്തുന്നത്. സ്റ്റാൻഡിൽ അതിന്റെ പുറകിലൊരു സ്റ്റാൻഡ് കാണും. ആ സ്റ്റാൻഡിലല്ലേ കരിയർ വേണം, കരിയറിലല്ലേ ഇരുത്തുന്നത്. അല്ല, ഒരു കൊട്ട വെച്ചിട്ട് അതിനകത്തിലങ്ങ് ഇരുത്തിയാൽ മതി. മനു അറിയണ്ട, ഞാനിങ്ങനെ സജഷൻ. ശരി, ഓക്കെ, മനു കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഓക്കെ, വിഷയത്തിലേക്ക് വരാം. ഇതിപ്പോൾ 3-4 ദിവസത്തിന് മുമ്പ് തന്നെ ഇവര് ഒരു മാസത്തിന് മുമ്പ്, ഒരാഴ്ചക്ക് മുമ്പ് അവരെടുത്ത തീരുമാനമാണ് MP-മാർ ആരും മത്സരിക്കുന്നില്ല എന്ന്. ആ ഒരൊറ്റ കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെ പോയതാണ് ഇവരുടെ ഏറ്റവും വലിയ തകരാറെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ, അവരുടെ പ്രവർത്തകരുടെ മുമ്പിൽ അപഹാസ്യരായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ നിങ്ങളെല്ലാം എഴുതി കാണിക്കുന്നുണ്ട് ഇത് ഓഫ് കോഴ്സ് ഇത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം വിഷയമാണ് എങ്കിൽ തന്നെയും ഇവിടെ പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ നമ്മളൊക്കെ ഇതിന്റെ അഭിപ്രായം പറയും. ഏത് പാർട്ടിയുടെ ആയാലും അതിന്റെ വെളിച്ചത്തിൽ ഒരു അഭിപ്രായം പറയുകയാണ്. നിങ്ങളിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന്. എൻ്റെ ഒരു വീഡിയോ ഇരിപ്പുണ്ട്, നിങ്ങളൊക്കെ കണ്ടതുമായിരിക്കാം. ഏതോ ഒരു മീറ്റിംഗിൽ ഇങ്ങനെ സ്വകാര്യമായിട്ട് അടുത്ത് നിൽക്കുന്നവരടുത്ത് നമ്മുടെ മല്ലികാർജുന ഖാർഗെ പറയുന്നുണ്ട്, ഹൈക്കമാൻഡോ പൂച്ചോ എന്ന് വെച്ചാൽ ഹൈക്കമാൻഡിനോട് ചോദിക്കാനെന്ന്. അപ്പൊ പാർട്ടിയുടെ പ്രസിഡന്റ് പോലും ഹൈക്കമാൻഡ് അല്ല, അദ്ദേഹം തന്നെ പറയുന്നത് ഹൈക്കമാൻഡിനോട് ചോദിക്കാനെന്നാണ്. അപ്പൊ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്നത് ശ്രീ KC വേണുഗോപാലും ശ്രീ രാഹുൽ ഗാന്ധിയുമാണ്. ഇവർക്ക് രണ്ടും കൂടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലേ? അപ്പൊ എവിടേക്കാണ് ഈ പാർട്ടി എവർ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഇവരിവിടെ 100 സീറ്റും പിടിച്ച് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കുള്ളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പരിഹരിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. വ്യക്തികളിലേക്ക് പാർട്ടി ചുരുങ്ങുകയാണ് ഓരോ കോണിലും. ഇപ്പൊ അടൂർ പ്രകാശ് ആയാലും, അല്ലെങ്കിൽ ഇപ്പൊ സുധാകരൻ ശക്തമായിട്ട് നിൽക്കുന്നു. രാഘവൻ മിണ്ടുന്നില്ലെങ്കിലും പുള്ളിയുടെ മൗനത്തിൽ പുള്ളി പറയുന്നുണ്ട് പുള്ളിക്ക് മത്സരിക്കണമെന്ന്. അങ്ങനെ പലരും, ഷാഫി, ഇവരെല്ലാരും പറയുന്നുണ്ട്. ഇതൊക്കെ ഏത് രീതിയിലാണ് ഇലക്ഷനെ ബാധിക്കാൻ പോകുന്നതെന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവർക്ക് ഭരണം കൊടുക്കണോ എന്ന് ജനങ്ങൾ ഇതിനകം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബിനോയ് ആണ് കൊല്ലം. ശ്രീ ബിനോയ്,
ഈ താങ്കളെപ്പോലെയുള്ള പാർട്ടി പ്രവർത്തകരൊക്കെ ഊർജ്ജസ്വലമായി നിന്ന് പ്രവർത്തിച്ച് നാട്ടിൽ വിജയമുണ്ടാക്കാനും ഭരണം പിടിക്കാനും വേണ്ടി ആഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കൾ ഇങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും വൈകിച്ച് കൊണ്ടുപോകുന്നു. എന്താണ് നിങ്ങളുടെ പാർട്ടിയിൽ സംഭവിക്കുന്നത്? നമസ്കാരം കിരൺ, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. എന്റെ നേതാക്കന്മാരോട് എത്ര പറഞ്ഞാലും അവർക്കിപ്പോൾ കാര്യം മനസ്സിലാകുന്നില്ല. സത്യത്തിൽ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ 100 സീറ്റുമായി മുന്നോട്ട് അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. പക്ഷെ AICC നേരത്തെ ഒരു നോംസ് ഉണ്ടായിരുന്നു, ഒരു MP പോലും മത്സരിക്കാൻ വരരുത്. കാരണം അത്ര പ്രതിസന്ധി ഒന്നുമുള്ള ഒരു ഇലക്ഷൻ അല്ല, ഈസി വാക്ക് ഓവറാണ്. പക്ഷേ അതൊന്നും നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ആ നോംസ് കൃത്യമായി പാലിക്കണം എന്നാണ് എനിക്ക് ഇപ്പോഴും AICCയോടും ഹൈക്കമാൻഡിനോടും പറയാനുള്ളത്. കാരണം ആ നോംസിൽ എല്ലാവരെയും തുല്യമായി കാണുക, ആർക്കു വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലില്ല. എത്രയും പെട്ടെന്ന് ഈ നേതാക്കൾ ആരോ XOR ആരോ എവിടെയോ മത്സരിക്കട്ടെ, UDF സ്ഥാനാർത്ഥിയാണോ അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ജനം കാത്തു നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയും ഇങ്ങനെ ഒരു ഇതും വരേണ്ട ഒരു ആവശ്യമുള്ള ഒരു സമയമല്ല. സത്യത്തിൽ ഇതൊക്കെ പ്രവർത്തകരെയും വോട്ട് ചെയ്യാൻ വരുന്നവരെയും മനസ്സിലൊരു വേറെ ചിന്ത ഉണ്ടാക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് നേതൃത്വം ഒരിക്കൽ പോലും ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. എത്രയും പെട്ടെന്ന് ഒന്നീ സുധാകരൻ ചേട്ടനെ മത്സരിപ്പിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുക. ഇളവ് കൊടുക്കുന്നെങ്കിൽ ഇളവ് കൊടുത്തു എന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ആ പേപ്പർ അടിച്ച് അദ്ദേഹത്തിന് കയ്യിൽ കൊടുക്കും. ഇതിപ്പം 3 ദിവസം കൊണ്ട് ആകാംക്ഷയിൽ നിർത്തുകയാണ് ആളുകളെ, കോൺഗ്രസ് പ്രവർത്തകരെയും വോട്ടർമാരെയും. ഇങ്ങനൊന്നും അല്ല പരിഹരിക്കേണ്ടത്. കോൺഗ്രസ് അടിയന്തരമായി ഉചിതമായ ഒരു തീരുമാനം എടുക്കണം. പിന്നെ അദ്ദേഹം പറഞ്ഞാണെങ്കിൽ AICC ഹൈക്കമാൻഡും ഒക്കെ ഉള്ള പാർട്ടി തന്നെയാണ്. 39ഓളം ഹൈക്കമാൻഡ് അംഗങ്ങളും 84ഓളം ക്ഷണിതാക്കളും ഉണ്ട്. അങ്ങനെ വലിയ ഒരു പ്രസ്ഥാനം ആണ്. എളുപ്പം ഒരു മണിക്കൂർ കൊണ്ട് തീരുമാനം എടുക്കുന്ന ഒരു സംവിധാനമല്ല. പക്ഷെ എങ്കിലും ഇതൊക്കെ വളരെ ഉചിതമായ തീരുമാനം, ഇനിയും വൈകിട്ടില്ല, എത്രയും പെട്ടെന്ന് ഇത് എടുക്കണമെന്നാണ് ഒരു കോൺഗ്രസ്സുകാരന്റെ വികാരത്തോടു കൂടി താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോകും മുമ്പ് വളരെ വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത് പറയുന്നു, കിരൺ വൺ സജഷൻ നെക്സ്റ്റ് ടൈം വെൻ യു ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് സൈക്കിൾ ടു ബുള്ളോക്ക് കാർ ലെറ്റ് പ്രവീണ ചേച്ചി ഡ്രൈവ് ഇറ്റ് ഇൻ ആൻഡ് ബോത്ത് യു ടു അക്കമ്പനി ഹെർ എന്ന് പറയുന്നു. പ്രവീണ തന്നെയാണ് ശ്രീ ഷിജു PCR-ലിരുന്ന് നമ്മുടെ ഈ പരിപാടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രവീണയാണ് ഇനി അടുത്തത് നമുക്ക് കമൻറ്റുകളൊക്കെ വായിക്കാമെന്ന് എന്നോട് നിർദ്ദേശിച്ചത്. എന്തായാലും പ്രവീണ ഇത് കേൾക്കുന്നുണ്ട്. നമുക്ക് അടുത്ത തവണ അങ്ങനെയുള്ള ചില ആശയം കൂടി നോക്കാം. കോൺഗ്രസ് നേതാക്കൾക്ക് പാർട്ടിയല്ല വലുത്, അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഇവർ ഹൈക്കമാൻഡ് എന്ത് വില കൊടുക്കുന്നു എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായെന്നാണ് ശിവൻകുട്ടി പറയുന്നത്. ബാലകൃഷ്ണൻ വടകര ഹൈക്കമാൻഡ് അടുത്ത ആളാണെന്ന് ജയകുമാർ കളിയാക്കിയാണെന്ന് തോന്നുന്നു പറയുന്നു. ബാലകൃഷ്ണൻ വടകര പറഞ്ഞത് ശരിയാണ്, UDF ഭരണത്തിൽ വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾക്ക് ധാരണയുണ്ട്, ഇത് ശരിയാണ്, ഇത് BJP CPM ധാരണയാണ് എന്നൊക്കെ സദാശിവൻ നായർ പറയുന്നുണ്ട്. കൂട്ടായ പ്രവർത്തനവും ഏകാണ്ഡമായ തീരുമാനമാണ് പ്രസ്ഥാനം വിജയിക്കാനും നിലനിൽക്കാനും ജനങ്ങളെ ഇഷ്ടപ്പെടാനും സഹായിക്കുന്നത്. ഒരു വ്യക്തിയും ഒരു നേതാവും പ്രസ്ഥാനത്തിന് മുകളിലേക്ക് വളരാൻ പാടില്ല എന്ന് ഡോക്ടർ MB മണി ചൂണ്ടിക്കാണിക്കുന്നു. ജയകുമാർ പറയുന്നു, ഇലക്ഷൻ്റെ തലേദിവസം വീട് കയറി ഇറങ്ങുമ്പോൾ പറയാൻ വെച്ചിരുന്ന കാര്യമാണ് മുഹമ്മദ് മഞ്ചേരി പറഞ്ഞത് എന്നൊക്കെ ജയകുമാർ പറയുന്നു. മുഹമ്മദ് മഞ്ചേരി UDF വന്നു കഴിഞ്ഞാൽ പെൻഷൻ കൊടുക്കില്ല എന്നവർ പ്രസ്താവന നടത്തിയിട്ടുണ്ടെന്നൊക്കെ തെറ്റായൊരു പ്രസ്താവന നടത്തിയിരുന്നത്, അതിനെക്കുറിച്ചാണെന്ന് തോന്നുന്നു. സുധാകരൻ്റെ ഗുണ്ടായിസം കോൺഗ്രസ് നേതൃത്വത്തിന് പേടിയാണെന്നാണ് VC തോമസ് പറയുന്നത്. PV ഏരിയൽ പറയുന്നു, സുധാകരൻ്റെ കടുംപിടുത്തം കോൺഗ്രസിനെ വെള്ളത്തിലാക്കും, വല്ല വിധേനയും കോൺഗ്രസിന് അവസരം കിട്ടിയാൽ ഇപ്പോൾ കാണുന്ന കടിപിടി തന്നെ അപ്പോഴും തൊട്ടും ജനങ്ങൾ എളിഭരായി നോക്കി നിൽക്കേണ്ട ഗതികേടുണ്ടാവും എന്ന് പറയുന്നു. സ്വാഭാവികമായും ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തുന്നുണ്ട് എന്നത് ഈ കോൺഗ്രസ് നേതാക്കളും അറിയേണ്ടത് തന്നെയാണ്. സുധാകരനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം സംസ്ഥാന നേതാക്കൾക്ക് പറ്റിയ പ്രഹരം, കോൺഗ്രസ് വിജയിച്ചാൽ ഇനി എല്ലാം സുധാകരൻ തീരുമാനിക്കും. രഘുനന്ദനൻ തിരുവില്ലാമരം മത്സരിപ്പിക്കാനുള്ള തീരുമാനമൊന്നും ഔദ്യോഗികമായി വന്നിട്ടില്ല, നമുക്കറിയില്ല. ഇടയ്ക്ക് മത്സരിപ്പിക്കാൻ പോകുന്നു എന്ന് പറയും, ചിലപ്പോൾ ഇല്ല എന്ന് പറയും. എന്തായാലും ഔദ്യോഗിക ഒരു തീരുമാനം ഇതുവരെയും ഈ നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും ഒന്നും പുറത്തു വന്നിട്ടില്ല. അല്ലാതെ സംസാരിക്കുമ്പോഴും ഒക്കെ പരിഗണനയിൽ പല വിഷയങ്ങളുണ്ട്, അതിലൊന്ന് മാത്രമാണ് ഇത്. ഇപ്പോഴും തീരുമാനം വരും എന്നൊക്കെ നമ്മളും പ്രതീക്ഷിക്കുകയാണ്. ഇതിൽ രസകരമായ കാര്യം വേറെയുണ്ട്. തമ്മിലടിയെ പറ്റിയാണെങ്കിലും സർവ്വ ചാനലും ചർച്ച UDF വിഷയം തന്നെ, LDF-നെ പറ്റി ഒന്നും ചർച്ച ചെയ്യാൻ നേരമില്ല എന്നാണ് ശശിധരൻ പിള്ള പറയുന്നത്. ശ്രീ ശശിധരൻ പിള്ള കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് CPM-ന്റെ കണ്ണൂരെ അടിയെക്കുറിച്ചല്ലേ ചർച്ച ചെയ്തത്? അതിനെക്കുറിച്ച് ഈ പൊതുവേദി വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തതല്ലേ? താങ്കൾക്ക് ഒരു 2 ദിവസം മുമ്പുള്ള
പൊതുവേദി അടക്കം എടുത്ത് നോക്കാവുന്നതാണ്. അല്ലാതെ ഓരോ പാർട്ടിക്കാരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ പാർട്ടിക്കാർ വന്ന് ഞങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യൂ, ഞങ്ങളെ കുറ്റം പറയൂ എന്ന് പറയുന്നതിന് പകരം മുൻകാലങ്ങൾ നോക്കൂ. എല്ലാ ദിവസവും എല്ലാ പാർട്ടിയും കൂടെ ഒരുമിച്ച് ചർച്ച ചെയ്യാനൊന്നും കഴിയില്ല. ശ്രീ ശശിധരൻപിള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ സ്ഥിരമായി ഇത് കാണുകയും ഇതിൽ അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്ന ആളിങ്ങനെ തെറ്റായ ആരോപണം, അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. സുധാകരൻ തിരിഞ്ഞാൽ UDFന്റെ 10 വർഷത്തെ പ്രതീക്ഷ വെള്ളത്തിലാവും, അത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ശശി തരൂർ പറഞ്ഞതുപോലെ 1-2 MPമാരെ മത്സരിപ്പിച്ചാൽ എന്താ കുഴപ്പമെന്നാണ് സന്തോഷ് കുമാർ ചോദിക്കുന്നത്. ഹൈക്കമാൻഡ് കാലം കഴിഞ്ഞപ്പോൾ എല്ലാ നേതാക്കളും ഹൈക്കമാൻഡാണ് എന്നാണ് ശശിധരൻ പിള്ള പറയുന്നത്. പിന്നെയും കുറേയേറെ കമൻറ്റുകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേള എടുക്കേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ മടങ്ങി വരാം. കളിക്കളം റെഡി. രാജസ്ഥാനിൽ നിന്ന് അനീഷാണ് ചേരുന്നത്. ശ്രീ അനീഷ്, കേരളത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പൊ വരും എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലെ മുതൽ കാത്തിരിക്കുകയാണ്. ഈ നിമിഷം വരെ എന്തായാലും എത്തിയിട്ടില്ല. സുധാകരന്റെ വിരട്ടിന് മുന്നിൽ പട്ടിക വല്ലാതെ വൈകുകയാണോ? അതെ അതെ അനീഷ് പറഞ്ഞു. ഞാൻ പറയുന്നത് വെച്ചാല് ഈ സുധാകരന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ മറ്റേ അടൂര് അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മള് ഇവർക്ക് 5 വർഷം ഭരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു MP തെരഞ്ഞെടുക്കുന്നത്? ജനങ്ങൾ എത്ര കഷ്ടപ്പെട്ട് എത്ര പൈസ മുടക്കി എന്തെല്ലാം ചെയ്തിട്ടാണ് നമ്മളൊരു ആളെ തെരഞ്ഞെടുക്കുന്ന ഒരു MP ആയിട്ട്. ഇവർക്ക് പെട്ടെന്ന് സംസ്ഥാനത്തിലെ ഭരണം കിട്ടും. ഇപ്പൊ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കണ്ടമാനം സീറ്റ് കിട്ടി, ഇതെല്ലാം ചെയ്ത് ഇതെല്ലാം കഷ്ടപ്പെട്ടത് VD സതീശനും VD സതീശന്റെ കൂടെയുള്ള ഇപ്പൊ പ്രവർത്തിക്കുന്ന നല്ല കഴിവുള്ള ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഉണ്ട്. അവരുടെയൊക്കെ ഒരു കഴിവ് കൊണ്ടാണ്. എന്നിട്ട് ഇവർ എന്തിനാണ് ഇത്രയും ധൃതിപ്പെട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇവർ ദില്ലി പോകുന്നു, ഇവിടെ പോകുന്നു, MP സ്ഥാനം ജനങ്ങൾ കഷ്ടപ്പെട്ട് 5 വർഷത്തേക്ക് തെരഞ്ഞെടുത്ത ഒരാള് അയാളുടെ ഇഷ്ടത്തിന് വഴങ്ങിയിട്ട് ഇവരൊക്കെ ഇത് വേണ്ടാത്ത പണിക്കുന്നു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ ഇന്ന് വരെ ഉള്ള എല്ലാ സ്ഥാനവും നഷ്ടപ്പെട്ടു പോകില്ല. ഇവർക്കുള്ള വിലയും നിലയെല്ലാം വീണ്ടും നഷ്ടപ്പെടുകയല്ലേ ചെയ്യുക. അതിലൊക്കെ ഭയങ്കര വിഷമമുണ്ട്. ഞാനൊന്നും ഒരിക്കലും ഇനി വോട്ട് ചെയ്യാൻ കേരളത്തിലേക്ക് വരില്ല. ഇവരുടെ കോൺഗ്രസ്സുകാരനായിട്ട് നമ്മൾ ജന്മന കോൺഗ്രസ്സുകാരനായിപ്പോയി, എന്ത് ചെയ്യാനാ. പക്ഷെ എന്നാലും ഇനി ഇവർക്ക് വോട്ട് ചെയ്യാൻ വരില്ല. കാരണം ഇത്രയും നാണം കെട്ട 10 വർഷമായിട്ട് ഇവർക്ക് ഭരണം കിട്ടുന്നില്ല. 10 വർഷമായിട്ട് ആ VD സതീശന്റെ ഒരൊറ്റയാളുടെ കഴിവ് കൊണ്ടാണ് ഇപ്പൊ ശരിക്കും കേരളത്തില് VD സതീശനായിക്കോട്ടെ ഷാഫി പറമ്പിലായിക്കോട്ടെ ഇവർ കുറെ ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ നല്ല പ്രവർത്തി കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇതെല്ലാം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ഇവർക്ക് ഇത്ര നേട്ടം ഉണ്ടായത്. ഇത് കളഞ്ഞു കുളിക്കുകയല്ലേ ഇപ്പൊ ചെയ്യുന്നവര്. വ്യക്തമാണ്. അനീഷ്, കമാൻഡർ മാത്യു ആണ്, മുംബൈയിൽ നിന്നാണ്. മാത്യു, താങ്കളെ കുറച്ചു കാലമായല്ലോ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്, എന്ത് പറ്റി? നമ്മള് 3 മാസമായിട്ട് നമ്മൾ ഒരു ബന്ധമില്ല കേട്ടോ. എന്ത് പറ്റി ഇങ്ങനെ വിളിക്കാതിരുന്നതിന് കാരണം എന്താണ്? ഞാൻ ഒന്ന് പുറത്തു പോയി ഇന്ത്യക്ക് വെളിയിലായിരുന്നു. അങ്ങനെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു ബന്ധപ്പെടാൻ സാധിച്ചില്ല. ഏത് രാജ്യത്തായിരുന്നു? ദുബൈയിലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെ തിരിച്ചു വരെ വീണ്ടും ബോംബെയിലെത്തി. ദൈവം അനുവദിച്ചാൽ വോട്ട് ചെയ്യാൻ നാട്ടിൽ പറഞ്ഞു. അതിന് മുമ്പ് ഞാൻ അതിശയമായി പോയി. ഇങ്ങനെ സൈക്കിളെ ചവിട്ടുന്ന കണ്ടപ്പോഴേ ഈ സൈക്കിൾ ചവിട്ടി കണ്ടിട്ടാണോ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മോൻ ചാണ്ടി ഉമ്മൻ ഇന്നലെ ഒരു സൈക്കിൾ മേടിച്ചെന്ന് എനിക്ക് സംശയമുണ്ട്. അയ്യോ അല്ല, അവരൊക്കെ രാഷ്ട്രീയക്കാരല്ലേ, അവർക്ക് ഏത് തരത്തിലേക്ക് പ്രചരണം നടത്തണമെന്നൊക്കെ നമ്മളെക്കാൾ നന്നായി അറിയാവുന്ന ആളുകളല്ലേ. ചാണ്ടി ഉമ്മൻ സൈക്കിൾ മേടിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ കൂടി ഇന്ന് എങ്ങനെ പോയി. ഈ ഇന്നത്തെ വിഷയം ഒരു വളരെ കാര്യമായിട്ട് പറയാം. 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഒന്ന്, ഹൈക്കമാൻഡ് എന്ത് വന്നാലും സുധാകരന്റെ ഡിമാൻഡ് അംഗീകരിക്കും. അത് സുധാകരന് വേണ്ടി ഹൈക്കമാൻഡ് വഴങ്ങിയേ തീരത്തുള്ളൂ. കാരണം 1. 2, എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ സുധാകരൻ ജയിച്ച ഒരു മുഖ്യമന്ത്രി ആവുന്നത് ഒരു കാരണവശാലും സതീശന് അംഗീകരിക്കാൻ പറ്റത്തില്ല.
അപ്പൊ സതീശൻ എന്ത് ചെയ്യും? സതീശൻ വേണ്ടി വന്ന പ്രതിപക്ഷ സ്ഥാനം കൂടെ കളഞ്ഞിട്ട് ഇത് കുളമാക്കി കൈ കൊടുക്കും. ഇതാണ് ഇപ്പൊ രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്ന ലേറ്റസ്റ്റ് പൊളിറ്റിക്കൽ കമാൻഡർ മാത്യു, എന്തായാലും ഈ കെ സുധാകരൻ ജയിച്ച് മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതയൊക്കെ എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഒരു സീറ്റിന് വേണ്ടി ഇത്ര നമ്മൾ അടി വെക്കണം? ഇപ്പം 96 മണിക്കൂറായിട്ട് നമ്മൾ കിടന്ന് അടി വെക്കുമല്ലേ? ശരിയാണ്. പക്ഷേ ഈ എംപിമാർ മത്സരിക്കേണ്ട എന്നായിരുന്നു അവരുടെ നിലപാട്. എംപിമാർ മത്സരിക്കാമെങ്കിൽ പ്രധാനമാണ് ലോക്സഭയിൽ. അതെ, ഹൈക്കമാൻഡ് തീരുമാനം എടുക്കണം. എംപിമാർ മത്സരിക്കേണ്ട, ഫിനിഷ്. നിങ്ങൾ മത്സരിക്കേണ്ട, പൊയ്ക്കോ. അത്ര എന്തുകൊണ്ട് ഒരു നമുക്കൊരു സ്ട്രോങ് ഡിസിഷൻ തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്, എന്തുകൊണ്ട് സ്ട്രോങ് ആയ ഡിസിഷൻ വരുന്നില്ല എന്നുള്ളത്. 96 മണിക്കൂറായി ഇവരെ രണ്ടുപേർക്ക് വേണ്ടി ഈ നമ്മള് ഇതുവരെ ഞങ്ങളുടെ അടൂരും ആറന്മുളയിലൊക്കെ ഒരു സ്ഥാനാർത്ഥി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അറിയാമോ? കോന്നിയില്, ആറന്മുളയില്, അടൂര് ആരാ ഇവിടെ സ്ഥാനാർത്ഥി? ജനങ്ങൾ ആകപ്പാടെ ബുദ്ധിമുട്ടിയിരിക്കുക, മുട്ടി നിൽക്കുക. എവിടെ ചെന്ന് അവസാനിക്കുന്ന? എറണാകുളം, പെരുമ്പാവൂര്, പല സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളില്ല. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഒരു ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഹ്യൂമൻ റൈറ്റ്സ്, ഒരു ടേക്ക് എ ഡിസിഷൻ, യു ഷുഡ് ടേക്ക് എ ക്വിക്ക് ഡിസിഷൻ. ഇത്രയും വലിച്ചു നീട്ടുന്ന എന്തിനാ നീ? ശരി, ഹരികൃഷ്ണനാണ് പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഹരികൃഷ്ണൻ, താങ്കൾ പാലക്കാട് എവിടെയാണ്? പാലക്കാട് മണ്ണാർക്കാട്. മണ്ണാർക്കാട്, ഓക്കെ. എന്താ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കോൺഗ്രസ്സുകാർ ഇപ്പോഴും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ നിൽക്കുന്നത് ഈ സുധാകരന്റെ വാശിക്ക് മുന്നിലാണോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കണ്ണൂരുള്ള പൾസ് നമുക്ക് അറിയാം. കോളേജിലെല്ലാം പഠിക്കുമ്പോൾ കണ്ണൂരിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരെ KSUക്കാരായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അവിടെ കണ്ണൂരിലുള്ള സുധാകരന്റെ ഒരു പ്രഭാവം എന്ന് പറയുമ്പോൾ അവിടുത്തെ കുട്ടികളെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ചത് സുധാകരനാണെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ അവിടെ പ്രാദേശികമായിട്ട് നോക്കാന്ന് വെച്ചാൽ ജയിക്കാനുള്ള സാധ്യത നോക്കാന്ന് വെച്ചാൽ സുധാകരനാണെന്നാണ് ഇപ്പോഴും പറയുന്നത്. അപ്പൊ അത്രയും പൾസുള്ള ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് അവിടുത്തെ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എടുത്തു കൊടുത്ത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുടെ ഹൃദയമെടുപ്പ് അറിയേണ്ട ആളാണ്. എത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക, ഒന്നുകിൽ അവിടെ കൊടുക്കുക, സുധാകരന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഇത് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത് കോൺഗ്രസിന് അത്ര നല്ലതല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ. സുധാകരന് വേഗം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇത്രയും കാലം അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച് ജീവിച്ചു. നമ്മള് വയസ്സായി എന്ന് പറഞ്ഞിട്ടില്ല, എത്രയും പെട്ടെന്ന് ആയിരിക്കാം ആണ്. അതായത് ആർക്കും എല്ലാ എംപിമാരും നിൽക്കണ്ടെന്നുള്ള പറഞ്ഞിട്ട് അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ ഈ കണ്ണൂരത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രാദേശികമായിട്ട് പോയിട്ടും അവിടെ അനുഭവം ഉള്ളവർക്ക് തന്നെ മനസ്സിലാവുള്ളൂ. പുറത്തുനിന്ന് നമ്മൾ നോക്കുന്ന മാതിരിയല്ല. അതായത് CPM-ന്റെ ഒരാളെ നിർത്തി ഏൽപ്പിക്കാൻ അതിനൊരാളെ കണ്ടെത്തുകയും അത് കണ്ടെത്തേണ്ടി. പക്ഷെ ഞാൻ പറയുന്നത് അവിടുത്തെ പ്രാദേശികമായിട്ട് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ വർത്തമാനം പറയുമ്പോൾ അവിടെ കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കി തന്നെ ഈ സുധാകരനാണെന്ന് പറയുന്നത്. കാരണം ഈ CPM-ന്റെ എന്താ പറയാ അവിടെ കടന്നു ചെല്ലാൻ പറ്റാത്ത കൂടുവഴിയിൽ കൂടി സുധാകരൻ ഒറ്റയ്ക്ക് അവൻ ഞങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് 20 കൊല്ലം മുമ്പ് 30 കൊല്ലം മുമ്പ് ഈ സുധാകരൻ അത് കൂടെ ചെന്ന് കോൺഗ്രസ് വളർത്തിയ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും കിട്ടുന്ന പ്രതിഫലം എടുക്കാനും സുധാകരന് ഇതുണ്ട്. അത് നമ്മൾ രണ്ട് രീതിയിലും ചിന്തിക്കണല്ലോ. പിന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പെട്ടെന്ന് മാറ്റിയ സമയത്ത് ഇവിടെ MLA ആയിട്ട് മത്സരിപ്പിക്കാൻ പറ്റുന്നതാണ് ഒരു വാക്ക് കൊടുത്തു എന്ന് പറഞ്ഞത്. വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കേണ്ട ഉത്തരവാദിത്വം നേതൃത്വത്തിനുണ്ട്. ഞാൻ പാലക്കാട്ടുകാരനാണ്, പക്ഷെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കുറെ ആൾക്കാർ ഞാൻ അവിടെ പോയിട്ട് കുറച്ചെല്ലാം നിന്നിട്ടുണ്ട്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, ഈ താങ്കളുടെ പാർട്ടിയിൽ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഏതായാലും ഗൾഫിലൊക്കെ തന്നെ ഇന്ന് രാത്രിയോടെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അതേപോലെ കേരളത്തിലും 90% പെരുന്നാളാവാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നാളെ രാത്രിയോടെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ സഹോദരങ്ങൾക്കും പ്രത്യേകിച്ച് മനുവിനും അതേപോലെ കിരനും സഹപ്രവർത്തകർക്കും ഒക്കെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ചേർത്തുനിൽപ്പിന്റെയും 1000 ഈദ് ആശംസകൾ ആദ്യമായി നേരുകയാണ്. വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കെ സുധാകരൻ കോൺഗ്രസിന്റെയും UDF-ന്റെയും തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാളാണ്. അത് നമുക്കറിയാലോ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് കോട്ടയിൽ മാർക്സിസ്റ്റ് ഗ്രാമങ്ങളിൽ തുളച്ചു കയറി 100,000-ലേറെ വോട്ടിന് ജയിച്ച ആളാണ് നമ്മുടെ സുധാകരൻ.
സുധാകരനെ മാറ്റി നിർത്തിക്കൊണ്ട് UDF-ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിജയമൊന്നും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരുവനാണ് ഞാൻ. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും കെ സുധാകരൻ. 100 ആളുകളുള്ള ഒരു കോൺഗ്രസിന്റെ നേതാവിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. മറ്റിതര രാഷ്ട്രീയ പാർട്ടികളിലും വളരെ വിരളമായിട്ടാണ് ഇത്രയും ജനപിന്തുണയുള്ള, ജനങ്ങൾ തങ്ങളോടൊപ്പമുള്ള, തങ്ങളുടെ രക്തവും മജ്ജയും മാംസവും നൽകാൻ തയ്യാറുള്ള ഒരു ജനതയുടെ നേതാവാണ് ഇങ്ങനെ എത്ര കരുത്തിട്ട നേതാവാണെന്ന് പറഞ്ഞാൽ ഇതേ സുധാകരൻ തന്നെയാണ് മുമ്പ് ഉദുമയിൽ പരാജയപ്പെട്ടത്. അത് അങ്ങനെ ഒരു കാലമുണ്ടാവും. ജനാധിപത്യമല്ലേ, ഇന്ദിരാഗാന്ധി തോറ്റെടുപ്പിൽ കച്ചു വലുതല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള നേതാവാണെങ്കിൽ പിന്നെ എന്താണ് ഈ കോൺഗ്രസിന്റെ മറ്റു നേതാക്കൾക്ക് ഇത് മനസ്സിലാകാത്തത്? അത് AICC-ക്കാണെങ്കിലും ഇപ്പോ ഇവർ പറഞ്ഞതുപോലെ അവർക്കൊക്കെ നന്നായിട്ട് അറിയാം സുധാകരന്റെ ആ കഴിവും, സുധാകരന്റെ ജനപിന്തുണ, സുധാകരന് കേരള ജനതയുടെ വെറും കണ്ണൂർ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സുധാകരനെ ഇഷ്ടപ്പെടുന്ന, സുധാകരനെ നേതാവ് അംഗീകരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ആളുകളുണ്ട്, സാധാരണക്കാരുണ്ട്. അതുകൊണ്ട് സുധാകരനെ മാറ്റി അത് ഒരു നമ്പറായിരുന്നു. അത് സുധാകരനെ ഒഴിവാക്കാൻ വേണ്ടി ഒരു നമ്പർ ഇട്ടതാണ്. MP-മാരൊന്നും അത് കേരളത്തിലെ ചില 3-4 നേതാക്കന്മാരുടെ ഒരു നമ്പറാണ്. ആ നമ്പർ ഒന്നും വിലപ്പോയില്ല എന്നതാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. സുധാകരനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു UDF സംവിധാനം വിജയിക്കില്ല. കാരണം കണ്ണൂരിലെ എന്തിനേറെ KPCC പ്രസിഡന്റ് ജയിക്കണമെങ്കിൽ സുധാകരൻ ഉണ്ടാവണം കോൺഗ്രസിൽ, അല്ലെങ്കിൽ അതുപോലും വിഷമമാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ. തീർച്ചയായിട്ടും UDF-ന് നല്ലൊരു വിജയം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമേ നമ്മൾ കണ്ടതാണല്ലോ കഴിഞ്ഞ ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നല്ല മാർജിനിൽ UDF ജയിച്ചത്. ആ മാർജിനിൽ തന്നെ താങ്കളുടെ ആഗ്രഹം എന്തായാലും ആ തരത്തിലാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു സുധാകരന് മുന്നിൽ ഇങ്ങനെ വല്ലാതെ വഴങ്ങി സ്ഥാനാർത്ഥി പട്ടിക അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് ഒരു പാർട്ടി നേതൃത്വത്തിന് യോജിച്ചാണോ? ബാബു നമസ്കാരം. അതെ, നമ്മള് കെ സുധാകരൻ സാറെന്ന് പറഞ്ഞാല് കോൺഗ്രസിൽ എല്ലാവരും അധ്വാനിക്കുന്നവരാ. ഏത് ജോലി ചെയ്താലും കൂലി കിട്ടുള്ളൂ, സത്യമായ കാര്യമാണ്. നമ്മള് കെ സുധാകരൻ സാറിനെ പോലെ കോൺഗ്രസിന് കഷ്ടപ്പെട്ട്, അതായത് പാർട്ടിയോടുകൂടി ജനാധിപത്യ രീതിയിൽ കമ്മ്യൂണിസ്റ്റിന്റെ കൂടിയും BJP-യുടെ കൂടിയും രാഷ്ട്രീയപരമായി ഇടപെട്ട് രാഷ്ട്രീയമായി പൊരുതിയ നേതാവ് ഇന്ന് ആരുണ്ട്? ഒരാള് ജീവിച്ചിരിക്കുന്ന AK ആന്റണിയെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അല്ലാതെ ഇരിക്കുന്ന ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, ഞാൻ എല്ലാവരും ബഹുമാനിക്കുന്നു, ഒരു പഞ്ചായത്ത് മെമ്പറായാലും പ്രധാനമന്ത്രി ആയാലും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, എല്ലാവരും ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, കെ സുധാകരൻ KPCC പ്രസിഡന്റായിരിക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ പാർലമെന്റ് ഇലക്ഷൻ വരും മുമ്പേ അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറ്റി അദ്ദേഹത്തിന് MP മത്സരിക്കാൻ പറഞ്ഞു, മത്സരിച്ചു. ഹൈക്കമാൻഡ് പറഞ്ഞ് മത്സരിച്ചു. അദ്ദേഹം പറഞ്ഞാൽ മത്സരിക്കുന്നില്ല, ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ മാറി നിൽക്കാം, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് അസംബ്ലി മത്സരിക്കണം, കേരള രാഷ്ട്രീയം എനിക്ക് വേണം. കേരളത്തിലെ ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, കണ്ണൂർ ജനങ്ങളല്ല കേരളത്തിൽ മൊത്തം ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അത് എന്നാ നിങ്ങൾ നിർബന്ധിക്കരുത്. ഹൈക്കമാൻഡ് ഉൾപ്പെടെ പറഞ്ഞു കുഴപ്പമില്ല, അങ്ങനെ വന്നാൽ നമുക്ക് അതിനൊന്നും നമുക്ക് മത്സരിക്കാമല്ലോ, അഥവാ തോറ്റാലും MP ആയിട്ട് ഇരിക്കാമല്ലോ. ഇല്ല, അങ്ങനെ ഇല്ല. പക്ഷെ ഞാൻ തോറ്റില്ലെങ്കിലും അസംബ്ലി രാഷ്ട്രീയം വരുമ്പോൾ എന്നെ എടുക്കണം. ആ ഒരു വാക്ക് ഹൈക്കമാൻഡ് കൊടുത്തിട്ടുണ്ട്. ബി.ഡി. സതീശൻ സാർ അധ്വാനിക്കുന്ന ആള് തന്നെയാണ്. പക്ഷേ ഞാൻ ബി.ഡി. സതീശൻ എന്റെ നേതാവ് തന്നെയാണ്. അത് അദ്ദേഹത്തെ നമ്മൾ എല്ലാവരും ബഹുമാനിക്കും. ഞാൻ നേരത്തെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്, എല്ലാ രാഷ്ട്രീയ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ കെ സുധാകരൻ സാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയം ചിന്തിക്കാൻ പോലും അസംബ്ലിക്കകത്ത് ഇനി ഈ കാലത്ത് അദ്ദേഹത്തെ കൊടുക്കുന്ന ഏറ്റവും വലിയ. ശ്രീ സാബു, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? വേഗത്തിൽ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം സാറേ. നമസ്കാരം സാറേ. ഈ സുധാകരൻ സാറ് നമുക്കറിയാം, കേരളത്തിലെ കോൺഗ്രസിലെ നല്ലൊരു ശക്തിയാണ് അദ്ദേഹം പകർന്നുകൊണ്ട് ഇരിക്കുന്നത്. പക്ഷേ ഈ നാഴികയ്ക്ക് 40 വട്ടം എന്ത് കാര്യം ചോദിച്ചാലും അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും, ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് പറയുമ്പോൾ ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് MP-മാരൊന്നും മത്സരിക്കാണ്ടായെന്ന്. പിന്നെ എന്തുകൊണ്ട് ഇദ്ദേഹം അതിന് വാശി പിടിക്കുന്നു? ഇങ്ങനെ വാശി പിടിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർത്തും അത് UDF-ന് തീർത്തും പരാജയം തന്നെയാണത്. കാരണം ഇവര് ഇനി അബദ്ധവശാൽ ഇവർ ജയിച്ച് മുന്നേറി കഴിഞ്ഞാൽ, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ
ഇനി മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ഇവരുടെ പിടിവലി ശരി, എന്തുമായിരിക്കും? താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് വേണ്ടി വിരോധം വാദിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരായ ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ഒരു പ്രതികരണം എന്ന് പറയുന്നത്, അവർ വിജയപ്രതീക്ഷ ഇപ്പോഴും കൈവിട്ടിട്ടില്ല, ഉറപ്പായി വിജയിക്കുമെന്നൊക്കെ പറയുമ്പോഴും അവർക്ക് വലിയ പ്രതിഷേധമുണ്ട്, അമർഷമുണ്ട്. നേതാക്കളൊക്കെ ഈ തരത്തിൽ പ്രതികരിക്കുന്നതിന് ചിലർക്കെങ്കിലും കെ സുധാകരൻ വലിയ നേതാവാണ്, അതുകൊണ്ട് കെ സുധാകരന് സ്ഥാനാർത്ഥിത്വം നൽകണമെന്ന് ആവശ്യപ്പെട്ടവരും അങ്ങനെയല്ല, ഒന്നുകിൽ നൽകണമെന്നോ വേണ്ട എന്നുള്ള തീരുമാനം ഭൂരിപക്ഷം പ്രേക്ഷകരുടെ അഭിപ്രായം ഏറെക്കുറെ അങ്ങനെയായിരുന്നു. നിങ്ങൾ ഒന്നുകിൽ നൽകണം, എങ്കിൽ അവർക്ക് കൊടുത്ത് പ്രശ്നം സെറ്റിൽ ചെയ്യണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കണം. ഇത് രണ്ടുമില്ലാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് പ്രവർത്തകരെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന മട്ടിലായിരുന്നു. മറ്റു പാർട്ടി പ്രവർത്തകർ സ്വാഭാവികമായും ഇത് കോൺഗ്രസിനെ അടിക്കാനുള്ള ഏറ്റവും നല്ല വടിയായി കണ്ട് അവർ ആ അവസരം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.